കർത്താവിന് മഹത്വം. प्रभु का पवित्र नाम को महिमा मिले। വീണ്ടും കർത്താവ് ഒരു ദിവസവും കൂടെ നമുക്ക് ദാനം ചെയ്തു. प्रभु ने फिर से एक बार हमें एक दिन दान दिया। കർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നത്, അവന്റെ വചനം കേൾക്കുന്നത് എത്ര അനുഗ്രഹമാണ്. प्रभु के बारे में बात करना और उसका वचन सुनना ये कितना धन्य अवस्था है। ദൈവം നമ്മെ പ്രത്യേകമായി കരുതുന്നത് കൊണ്ടാണ് ഈ സ്വർഗീയ മന്ന നമുക്ക് ഈ പ്രഭാതത്തിൽ തന്നെ ലഭിക്കാനിടയായത്. प्रभु हमें बहुत चाहता है, इसलिए हमें प्रभु का इस स्वर्गीय वचन को, इस मन्ना को हमें खाने के लिए प्रभु ने मौका अवसर बनाकर देता है। ഇന്നലെ നമ്മൾ സംസാരിച്ച വിഷയത്തോട് ചേർന്നുള്ള വിഷയം തന്നെയാണ് ദൈവത്തിന് മഹത്വവും നമുക്ക് ആ മഹത്വവും തമ്മിലുള്ള ബന്ധം. कल जो हमने बात किया था उसका कंटिन्यूस में आज भी आपको बताना चाहता हूँ, प्रभु की महिमा और हमें मिलने वाला महिमा। അപ്പം നമുക്ക് മഹിമ കുറഞ്ഞു പോകുന്നത് നമ്മെ ദൈവം ആക്കി വെച്ച സ്ഥാനത്ത് നമ്മൾ വസിക്കാത്തത് കൊണ്ടാണ്. हम क्यों हमारे जीवन में हम अगर सही रीति में अगर ज्यादा महिमा नहीं होता, हमारे जीवन में महिमा कम होता है, तो उसके एक ही कारण है, जिस स्थान में प्रभु ने हमें रखा था उस स्थान में हम बना नहीं रहता। വേദപുസ്തകത്തിലുള്ള ഒരു പൊതുവായ സത്യം ഈ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്, എന്നിൽ വസിപ്പീൻ എന്നാൽ ഞാൻ നിങ്ങളിൽ വസിക്കും. प्रभु का वचन का एक सबसे महत्वपूर्ण बात क्या है कि प्रभु कहता है तुम मुझ में बने रहो और मैं तुझ में। എന്നാൽ നമ്മളെ ആദ്യം അവൻ സ്നേഹിക്കുകയും നമ്മോട് പറ്റിച്ചേരുകയും നമ്മുടെ പാപങ്ങൾ തന്റെ ശിരസിലേറ്റ് നമ്മെ ഒരു വിശുദ്ധ ജനമാക്കി തീർക്കേണ്ടതിന് പാളയത്തിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ച യേശുക്രിസ്തുവിന്റെ മഹത്വം നമ്മൾ ഗ്രഹിക്കുമ്പോൾ അവനോട് ചേർന്നിരിക്കാനുള്ള ഒരു ആന്തരിക പ്രേരണ ആത്മാവ് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. जब प्रभु ने हमसे प्रेम किया, हमारे लिए उस चावनी के बाहर जाकर के दुख सगा, कष्ट सगा, निंदा सगा, प्रभु का वो प्रेम जब हमारे जीवन में कार्य करेगा तो उस महिमा प्राप्त करने लायक, प्रभु का योग्य जीवन बिताने लायक हमारे अंदर एक सच्चा भूख प्यास रहेगा। സദൃശവാക്യം 27 അധ്യായം 28 വാക്യം, जब नीति वचन 27 अध्याय का 28 वचन, ആ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠനം ആരംഭിക്കാം. आज हम उस वचन को पढ़ते हुए आज का ध्यान हम शुरू करेंगे। नीति वचन उसका 27 अध्याय का 28 वचन, 27 का 27 तक 27 उसका 27 पढ़िएगा आप। और बकरियों का दूध इतना होगा कि तू अपने घराने समेत पेट भर के पिया करेगा और तेरी दासियों का भी जीवन निर्वाह होता रहेगा। അത്തി സൂക്ഷിക്കുന്നവൻ അതിലെ പഴം തിന്നും, യജമാനനെ സൂക്ഷിക്കുന്നവൻ अंजीर का जो पालन पोषण करता है वो उसका फल खाएगा, और जो स्वामी का मतलब സൂക്ഷിക്കുന്നവൻ, യജമാനനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. स्वामी का जो मतलब सम्मान करता है वो आदर पाएगा, ऐसा वो शब्द है। 27 Proverbs 27 sorry 17 18 sorry हाँ 18 जो अंजीर के पेड़ की उसका रक्षा करता मतलब है, जो 27 अध्याय का 18 वचन है, ओके। 28 नहीं 18 वचन, ओके। जो अंजीर के पेड़ की रक्षा करता है वो उसका फल खाता है, इसी रीति से जो अपने स्वामी की सेवा करता उसकी महिमा होती है। അപ്പൊ യജമാനനെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ യജമാനനെ സേവിക്കുക, യജമാനനോട് ചേർന്നിരിക്കുക, അങ്ങനെയുള്ള ഒരു വ്യക്തി മഹിമപ്പെടും, അല്ലെങ്കിൽ അവൻ ഹോണറബിൾ പേഴ്സൺ ആയിട്ട് മാറും. यहाँ पर हम देखते हैं कि जो स्वामी की सेवा करेगा वो महिमा पाएगा, वो सम्मान पाएगा। हम ये बात को देखते हैं। നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ആളത്വം എന്തിനോടോ പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. കാരണം അതിന് സ്വയമായിട്ട് നിൽപ്പാൻ കഴിയുകയില്ല. हमारा ये जो व्यक्तित्व है वो किसी ना किसी के साथ मिला रहने वाला एक अनुभव है, क्योंकि वो स्वयं वो अकेला में नहीं रह सकता। നമ്മളുടെ പഴയ ജീവിതം ലോകത്തോട് പറ്റിച്ചേർന്നവരാണ് നമ്മൾ. हमारा पुराना जीवन जो है वो दुनिया से हम मिला जुला हुआ एक जीवन था। അതിന്റെ ഒരു സാദൃശ്യമാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നു, മിസ്രൈമിൽ കഠിനവേല ചെയ്തു, ഫറവോനെ സേവിച്ചു എന്നുള്ളതെല്ലാം നമ്മുടെ പൂർവ്വകാല കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിത ചരിത്രമാണ്. मतलब उसका एक छाया है इसराइल का जीवन, जो मिस्र में वो बिताते थे। मिस्र में वो बहुत बड़ा मेहनत करते थे, कष्ट में जीवन बिताते थे, देवाओं में जीवन बिताते थे। ये सारे जीवन जो है वो हमारा पुराना जीवन का एक छाया है। എന്നാൽ ഫറവോന്റെ അടിമത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതിരുന്നപ്പോൾ, അവർക്ക് സ്വശക്തി ഇല്ലാതിരുന്നപ്പോൾ, ദൈവം അവരെ വിടുവിച്ച്
അവരെ ഒരു പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. जब वो फरो का गुलामी में जब पड़े थे, वो अपनी ताकत से वहां से छुटकारा नहीं पा सकते थे, परंतु परमेश्वर ने उनको प्रभु के सामर्थ्य से उस गुलामी से छुड़ाया और एक नया जगह पर लेकर आया. കർത്താവ് അതിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം സംസാരിക്കുമ്പോൾ യിരെമ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ ചെറിയൊരു ചരിത്രം അവിടെയുണ്ട്. जब प्रभु इसका बारे में बात करने के समय में, जब इसराइल का इस जीवन का बारे में यिर्मयाह 2:7 में, यिर्मयाह नबी की किताब 2 अध्याय का 7 वचन में एक संक्षिप्त बात वहां पर हम देखते हैं. और मैं तुमको इन उपजाऊ देश में ले आया कि उसका फल और उत्तम उपज खाओ, परंतु मेरे इस देश में आकर तुमने इसे अशुद्ध किया और मेरे इस नीच भाग को घृणित कर दिया है. കാരണം ഒരു ഫലവും പുറപ്പെടുവിക്കുവാൻ കഴിയാത്ത ആ മുള്ളും പറക്കാരയും മുളയ്ക്കുന്ന ഒരു ദേശത്ത് നിന്ന് അവരെ ഫലവത്തായ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു. अभी यहाँ पर काटा उगते थे, उस देश में से प्रभु ने फलदायक देश में उनको लेकर आया. എന്തിനാണ്? इसलिए ഒരു നന്മയെ അനുഭവിക്കാതിരുന്ന നിങ്ങൾ ആ ദേശത്തിന്റെ ആ പ്രത്യേക വാക്ക് കണ്ടോ, അതിന്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. मतलब आपको मैं वहां से क्यों लेकर आया, वो बोलता है कि उसका फल और का सारा गुण अनुभव करने के लिए लेकर आया. എന്നാൽ നിങ്ങൾക്ക് പിന്നെയും ആ മിസ്രൈമിലേക്കാണ് ഹൃദയം തിരിച്ചിരിക്കുന്നത്. परंतु फिर भी उनका दिल जो है वो मिस्रैम की ओर मुड़े हुए है. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് ഒരു ഫലവത്തായ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നത്? और इस अवस्था में उनको प्रभु को महिमा देने वाला फलदायक एक जीवन, एक व्यक्तित्व उनके जीवन में कैसे हो सकता है? നമ്മുടെ ആളത്വം യേശുക്രിസ്തുവിനെ പോലെ ആകണം. കാരണം കോടിക്കണക്കിന് വർഷം നമുക്ക് മരണമില്ല. നമ്മൾ നിത്യകാലം ജീവിക്കാൻ മഹത്വവും തേജസ്സും അണിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ജീവിക്കേണ്ടവരാണ്. हमारे जीवन में प्रभु की इच्छा है कि हम मसीह के स्वभाव का बनना चाहिए, इसलिए क्योंकि युगान युग मतलब उस समय का अंत नहीं, ऐसा समय में हम प्रभु के साथ रहने के लिए चुने लोग हैं, इसलिए हमारा व्यक्तित्व जो है प्रभु का जैसा स्वभाव में बदलना चाहिए. നമ്മൾ സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞ് ഒരു കാര്യത്തിനും വ്യത്യാസം വരുത്താൻ കഴിയുകയില്ല. ഇന്ന് നേടുന്നത് മാത്രമാണ് നിത്യമായി നിലനിൽക്കുന്നത്. हम जब इस दुनिया से जब स्वर्ग में पहुंच जाएगा, वहां पर जाकर के कुछ बदलाव नहीं होगा. आज जो हम प्राप्त करेगा उसके अनुसार का अनुभव अनंत काल तक रहेगा. അപ്പോൾ യജമാനനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നമ്മുടെ ഫിലദൽഫിയ സഭയോട് കർത്താവ് എന്താ പറയുന്നത്? ഒരു പ്രത്യേക വാഗ്ദത്തം പറയുകയാണ്, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നിങ്ങൾ സൂക്ഷിച്ചതുകൊണ്ട്, കാത്തുകൊള്ളതുകൊണ്ട്, അതനുസരിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ സൂക്ഷിക്കും. यहाँ पर हम प्रभु का या हमारा स्वामी का सेवा करना. फिलदेल्फिया मंडली को प्रभु ने क्या कहा? तूने धीरज की मेरी वचन को थामा रहा, इसलिए सारे दुनिया भर में आने वाला महाक्लेश के समय में मैं भी तुम्हें थामा रहेगा. അപ്പോൾ അവിടെ 7 സഭയിൽ കർത്താവ് ഒരു കുറ്റവും പറയാത്ത ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് ഫിലദൽഫിയ സഭ. हमें मालूम है कि हमारा प्रकाशित वाक्य 2-3 चैप्टर में 7 मंडली को जो प्रभु ने बात किया, उसमें से एक ही मंडली है जिसके बारे में प्रभु ने कुछ दोष या बुराई नहीं कहा. അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ജയാളികളുടെ സഭ എന്ന് പറയുന്നത് ഫിലദൽഫിയ സഭയാണ്. इसका मतलब स्वर्ग में जब पहुंचेगा तो वहां पर जो विजयी लोगों का जो मंडली जो है वो फिलदेल्फिया मंडली है. എല്ലാ കാലത്തും ഫിലദൽഫിയ सभയുണ്ട്. हर एक समय में फिलदेल्फिया मंडली की छाया में जो लोग रहेगा, मंडली रहेगा. എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ സഭയിൽ എല്ലാവരും ഫിലദൽഫിയ എന്നുള്ള അർത്ഥത്തിലല്ല. इसका मतलब एक स्थानीय मंडली में सारे लोग फिलदेल्फिया का अनुभव में रहेगा, ऐसा नहीं. പക്ഷേ ഒരു വ്യക്തി പോലും അവിടെ ഫിലദൽഫിയ സഭയുടെ ആ സാക്ഷ്യം ഇല്ല എങ്കിൽ അത് സഭയായിട്ട് കർത്താവ് ഗണിക്കത്തില്ല. परंतु बोलने का अर्थ अगर एक मंडली में एक व्यक्ति भी फिलदेल्फिया मंडली का उस स्वभाव का नहीं है तो उसको मंडली के रूप में प्रभु नहीं गिनता. അപ്പം നമ്മളെ കർത്താവ് കൊണ്ടുവന്നത് എവിടെയാണ്? प्रभु ने हमें कहां पर लेकर आया? നല്ല ദേശത്ത്. अच्छा देश में. ആ ദേശത്തുള്ള ഫലവും അതിന്റെ ഗുണവും അനുഭവിച്ചറിയാൻ. उस अच्छा देश के उस फलों को अनुभव करने के लिए, उसका उपजाऊ को खाने के लिए, उसका अनुभव करने के लिए लेकर आए. 1 കൊരിന്ത്യർ 6:17 ദേവദാസന് ഒരു വലിയ കാര്യം ഇവിടെ പറയുന്നുണ്ട്. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നവൻ അവനുമായി ഏക ആത്മാവാകും. प्रेषित पौलुस 1 कुरिन्थी 6 अध्याय का 17 वचन में एक महत्वपूर्ण बात कहता है कि जो प्रभु के साथ मिला रहता है वो उसके साथ एक आत्मा बन जाता है. അപ്പോൾ നമ്മളെ പറ്റിച്ചേർന്നിരിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ദൈവമാണ് നമ്മളെ ക്രിസ്തുവിനോട് പറ്റിച്ചേരുമാറാക്കിയത് നേരത്തെ തന്നെ. हमारे जीवन में हम प्रभु के साथ मिला रहना एक जिम्मेवारी है, परंतु उससे पहले प्रभु ने हमें मसीह के साथ मिला रहने के लिए कारण बनाया. എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് ജനത്തെ കൊണ്ടുവന്ന് നല്ല ദേശത്താക്കിയതുപോലെ जैसा मिस्रैम की गुलामी से उस जगह से अच्छा देश में लेकर आया, उसी प्रकार അപ്പൊ കർത്താവിനോട് പറ്റിയിരിക്കുന്നവരുടെ അനേക ഗുണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന മഹത്വവും അവരുടെ അനേക വാഗ്ദത്തങ്ങൾ
ഈ പറ്റി കർത്താവിനോട് ചേർന്നിരിക്കുന്നവരെ കുറിച്ച് വചനത്തിലുണ്ട്. जब हम प्रभु के साथ लिपटा रहने वाला अनुभव का बारे में हम प्रभु का वचन में पढ़ते हैं. നമ്മൾ 90 സങ്കീർത്തനം അതിന്റെ 14 വാക്യത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? जब 90 वचन संगीत का 14 वचन में पढ़ता है, അവൻ എന്നോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് वो मेरे साथ लिपटा रहता है, इसलिए ഞാൻ എന്ത് ചെയ്യും? मैं क्या करेगा? അവനെ സകല കഷ്ടത്തിൽ നിന്ന് അവനെ വിടിപ്പിക്കും. मैं हरे कष्टों से उनको छुड़ाएगा. അപ്പോൾ भोर को हमें अपनी करुणा से तृप्त कर कि हम जीवन भर जय जयकार और आनंद करते रहें. नहीं 91 का है, 91 का 14. സോറി 91 उसने जो मुझसे स्नेह किया है हाँ। इसलिए मैं उसको छुड़ाऊंगा और मैं उनको उचित स्थान पर रखूंगा क्योंकि उसने मेरे नाम को जान लिया है. അവിടെ സ്നേഹിക്കുക എന്നാണ് പറഞ്ഞത്. കർത്താവിനെ സ്നേഹിക്കുന്നതാണ്, അല്ലെങ്കിൽ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുക എന്ന് പറഞ്ഞ് സ്നേഹിക്കുക എന്നാണ് അർത്ഥം. यहाँ पर 90 के नहीं 91 वचन संगीता उसका 14 वचन है. वहां पर हम देखते हैं कि मतलब प्रभु को प्रेम करने वाला क्या करना चाहिए? उसके साथ लिपटा रहना चाहिए, उनके साथ मिला रहना चाहिए. വിശ്വാസത്താൽ वो विश्वास के द्वारा ഞാൻ കർത്താവിന്റെ വകയാണ്. वे प्रभु का है. ഇങ്ങനെ നമ്മൾ നിരന്തരം നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, ഇച്ഛ, വികാരം യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോൾ इसी प्रकार हमेशा हम हमारा मन प्रभु के साथ अगर लगा रहेगा तो നാം അവന്റെ നാമത്തെ അറിയും. हम उसका नाम को जानेगा. അവിടെ കർത്താവ് പറയുകയാണ്, ഈ ഭൂമിയിലുള്ള നമ്മുടെ എല്ലാ പ്രതികൂല സാഹചര്യത്തിലും അവൻ നമ്മളെ വിടുവിക്കും. हम इस दुनिया का हरेक प्रतिकूल और प्रतिसंधि में प्रभु हमको छुड़ाएगा. അങ്ങനെ കർത്താവുമായിട്ടൊരു നല്ല ബന്ധം വരുമ്പോൾ നാം അവനെ കൂടുതൽ അറിയും. इसका मतलब हम इसी रीति में प्रभु के साथ अच्छा संबंध जोड़ा रहेगा तो हम प्रभु को अधिक जानेंगे. അപ്പോൾ അവിടെ പ്രോമിസ് എന്താണ്? എന്നെ അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ഉയർത്തും, ബഹുമാനിക്കും. प्रभु का वायदा क्या है कि उसने मुझको स्नेह किया या मुझको जाना, इसलिए मैं उसका आदर करूंगा. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കർത്താവിനെ അറിയുന്നത് കൊണ്ട്, അവനോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് എന്തെല്ലാം, കാരണം നമുക്ക് കർത്താവിനെ അറിയണമെങ്കിൽ കൂടെ അവനോട് സഹവസിച്ച് കർത്താവിന്റെ ആളത്വത്തിന്റെ മഹിമ നമ്മൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുമ്പോൾ അത് നമ്മുടേതായി തീരുകയാണ്. जब हम प्रभु के संग रहेगा, प्रभु का महिमा को हम अधिक अनुभव करेगा, तो उस समय में हमारा दिल में प्रभु के प्रति कितना प्रेम बढ़ता है, तो उस समय में हमारे जीवन के द्वारा प्रभु का अधिक महिमा मिलता है. അപ്പോൾ 30-40 കൊല്ലമുള്ള നമ്മുടെ ജീവിതവും ശുശ്രൂഷയും ഫലവത്തായി തീരണമെങ്കിൽ ക്രിസ്തുവിനോട് എത്രത്തോളം ചേർന്നിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം നമുക്ക് സ്വയമായി ഒരു ഫലവും പ്രകടിപ്പിക്കാൻ കഴിയില്ല. हमारे जीवन में हमको इस प्रभु में आने के बाद में शायद 30-40 साल हमें मिलेंगे, पर उसमें हम प्रभु के साथ मिला रहेगा तो जितना अधिक हम मिला रहेगा उतना अधिक हमें प्रभु का ज्ञान मिलेगा और प्रभु का महिमा कर पाएगा. ഇസ്രായേൽ മക്കളെ കുറിച്ചും കർത്താവ് അത് തന്നെയായിരുന്നു ദൈവം ചിന്തിച്ചത്. കാരണം നമ്മൾ നേരത്തെ വായിച്ചു, ഫലവത്തായ ദേശത്ത് കൊണ്ടുവന്നു, പക്ഷെ നിങ്ങൾ എന്നോട് ചേർന്നിരുന്നില്ല. इसराइल लोगों के बारे में भी प्रभु यही चाहत रखता था कि वे लोग मेरे साथ लिपटे रहना चाहिए, लेकिन वो लोग लिपटे नहीं रह पाए. ഇവിടെ ഒരു സാദൃശ്യ രൂപത്തിൽ കർത്താവ് യെരമ്യാ പ്രവാചകൻ മുഖാന്തരം കർത്താവ് ജനത്തോട് സംസാരിക്കുകയാണ്. നമുക്ക് യെരമ്യാവിന്റെ പുസ്തകം 13-11 വാക്യം ഒന്ന് വായിക്കാം. यहाँ पर एक छाया के रूप में यिर्मयाह के द्वारा प्रभु अपने लोगों से कहता है. यिर्मयाह ने भी किताब उसका 13 अध्याय का 11 वचन पढ़ेंगे. यिर्मयाह उसका 13 अध्याय का 11 वचन. यहोवा की यह वाणी है कि जिस प्रकार से लुंगी मनुष्य की कमर में कसी जाती है, उसी प्रकार से मैंने इस्राएल के सारे घराने और यहूदा के सारे घराने को अपनी कटी में बांध लिया था कि वे मेरी प्रजा बने और मेरे नाम और कीर्ति और शोभा का कारण हो, परंतु उन्होंने न माना. നോക്കണം, കർത്താവിന്റെ നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം എന്താണ്? प्रभु को हमारे बारे में इच्छा क्या है? മൈ പീപ്പിൾ, मेरे लोग, എന്റെ നാമം, मेरे नाम, എന്റെ പ്രൈസ്, मेरा महिमा, എന്റെ ഗ്ലോറി, मेरा महिमा, ഇതൊക്കെ അവർക്ക് കിട്ടണം. ये सब उसको मिलना चाहिए. എന്ന് പറഞ്ഞാൽ इसका अर्थ ഞാനല്ലാതൊരു നാമം അവർക്ക് ഉണ്ടാകരുത്, मेरे सिवा और कोई नाम उसके लिए नहीं होना चाहिए, എന്റെ അല്ലാത്തൊരു ഗ്ലോറി അവർക്ക് ഉണ്ടാകരുത്. मेरे सिवा और एक महिमा उसको नहीं होना चाहिए. അതിന് ഞാൻ എന്ത് ചെയ്തു അവരെ? उसके लिए मैंने उनके लिए क्या किया? ഒരു മനുഷ്യന്റെ അരയോട് കച്ച, മലയാളത്തിൽ കച്ച എന്നാണ്, അല്ലെങ്കിൽ ലുങ്കി, അല്ലെങ്കിൽ ബെൽറ്റ്, എന്താണെങ്കിലും എങ്ങനെ ചേർന്നിരിക്കുന്നു അതുപോലെ എന്നോട് പറ്റിച്ചേരുമാറാക്കി. मतलब प्रभु ने जैसा एक लुंगी एक कमर में बांधा रहता है, उसी प्रकार यहाँ पर लुंगी लिखा है मनुष्य की कमर में कसी जाती है, उसी प्रकार प्रभु चाहता है कि हम प्रभु के लोग प्रभु के साथ ऐसा कसा रहे या जोड़ा रहे.
നമ്മളെ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാണ്. കാരണം അവനിൽ പിന്നെ ആത്മാവിന്റെ നിവാസമാണ്. हमने अभी पढ़ा कुरिन्दी 6:17 में पढ़ा था, जो प्रभु के संगति में रहता है उसके साथ एक आत्मा है, तो प्रभु में आ गया है तो उनके साथ का एक बहुत बड़ा एक सौभाग्यता है. ഇവിടെ ദൈവം നമ്മെ പറ്റിച്ചേരുമാറാക്കിയെന്നാ പറഞ്ഞത്. यहाँ पर हम देखते हैं कि प्रभु ने हमें उसके साथ इस रीति में एक होने दिया. അങ്ങനെ പറ്റിച്ചേർത്ത സ്ഥലത്ത് നമ്മൾ വസിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു പ്രയോജനമില്ലാത്തവരായി തീരും. यदि इस रीति में अगर हम लिपटा नहीं रहेगा तो हम प्रभु के लिए अप्रयोगी बनेगा, इसके लिए उपयोगी नहीं बनेगा. അതാണ് 1 മുതൽ 13 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അതാണ് പറയുന്നത്. കാരണം യെരമ്യായോട് പറയുകയാണ്, ഞാനൊരു സാദൃശ്യം തരാൻ പോവുകയാണ്. നീ ഒരു കാര്യം, നീ ഒരു കച്ച വാങ്ങി അല്ലെങ്കിൽ ഒരു ലുങ്കി വാങ്ങി നീ എന്ത് ചെയ്യണം? പ്രാത്ത് നദിയുടെ അടിക്കൽ ചെന്ന് ഒരു പാറയുടെ ഉള്ളിൽ അതിനെ ഒളിപ്പിച്ചു വെക്കും. इस बात को समझाने के लिए यिर्मयाह नबी को प्रभु क्या करता है, वो प्रात नदी के किनारे में वहां पर जाकर के तुम छिपा रहना, और वहां पर इस रीति में जैसा एक लुंगी या अंडरवेयर जो लेता है वो लिपटा रहता है, लगा रहता है, मिला रहता है, उसी प्रकार मिला रहना ये प्रभु का चाहता. ഇതിന് പറഞ്ഞു കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നെ പ്രവാചകനോട് പറഞ്ഞു, നീ പോയി നീ ഒളിപ്പിച്ചു വെച്ചത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. इसके बाद ये जो उपयोग किया हुआ उस लुंगी को जो छिपाया था उस स्थान से लेकर आने के लिए प्रभु ने कहा. അപ്പോൾ ആ ലുങ്കിക്ക് എന്ത് സംഭവിച്ചു? 17 വാക്യം. तो उस लुंगी को प्रभु ने छिपाया था, बहुत दिनों के बाद में उसको जाकर के देखा तो उसका अवस्था क्या हुआ, उसका 7 वचन बढ़िए. तब मैं फरात के पास गया और खोदकर जिस स्थान में मेरी लुंगी को छिपाया था वहाँ से उसको निकाल लिया, और देखो लुंगी बिगड़ गई थी, वह किसी के काम की न रही. ഒന്നിനും കൊള്ളാത്ത ലുങ്കിയായി പോയി. देखिए वहां पर उसका अवस्था क्या हो गया, वो लुंगी बिगड़ गई थी, वह किसी काम का नहीं रहता. എന്ന് പറഞ്ഞാൽ ഈ ലുങ്കി പോലെ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കേണ്ടതാണ്. इसका मतलब क्या है कि जैसा ये लिपटा रहने के अनुभव में हम लुंगी के समान बना रहना चाहिए था. ആര് നോക്കിയാലും ഈ ക്രിസ്തുവിനെ കാണണം. क्योंकि कोई भी हमें देखे तो वो मसीह को देखना चाहिए था. പക്ഷെ നമ്മൾ മസിഹായെ എന്ത് ചെയ്തു? ഒളിപ്പിച്ചു വെച്ചു. अरे तो हमने क्या किया, प्रभु को हमने छिपा कर रखा. കർത്താവല്ല ഞാൻ, क्योंकि प्रभु नहीं मैं. നമ്മളെ വിളിച്ചത് ഞാനല്ല കർത്താവ് എന്ന് പറയാനാണ്. हमें इसलिए बुलाया था कि मैं नहीं मुझ में मसीह है, ये बात को हमारे जीवन में लाने के लिए प्रभु ने बुलाया. പക്ഷെ ഞാൻ നിങ്ങളെ ആ ഫലവത്തായ ദേശത്ത് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ആ ദേശത്തെ നിങ്ങൾ മലിനമാക്കി കളഞ്ഞു. परंतु मैंने तुम्हें इतना आशीर्वाद देश में लेकर आया था, लेकिन तुम लोगों ने उस देश में आने के बाद मुझको अशुद्ध किया. എന്ന് പറഞ്ഞാൽ നമ്മള് കർത്താവിനെ അശുദ്ധമാക്കിയെന്നല്ല, നമ്മളെ തന്നെ അശുദ്ധമാക്കിയപ്പോൾ കർത്താവിന് അവിടെ വസിക്കാൻ കഴിയുന്നില്ല. बोलने का अर्थ हम प्रभु को अशुद्ध किया ऐसा नहीं, हम अपने आप को इस व्यवस्था से दूर होने के कारण अशुद्ध किया, इसलिए प्रभु ऐसे जगह में रह नहीं सकता. കർത്താവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധര്. प्रभु हमारे में रहता है इसलिए हम पवित्र लोग हैं. കർത്താവ് വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരാണ്? प्रभु अगर हमारे में नहीं रहता है तो हम कौन है? നമ്മൾ ദുഷ്ടന്മാരാണ്. हम लोग दुष्ट लोग हैं. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന ഈ യെരമ്യാവിനെ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. यहाँ पर यिर्मयाह को प्रभु दिखा रहा है, അവിടെ ആ മറച്ചു വെച്ച മണ്ണിന്റെ ഇടയിൽ മറച്ചു വെച്ച കച്ച എങ്ങനെ പ്രയോജനമില്ലാത്തതാകും. നമ്മൾ ഇന്നലെ കണ്ടു അവിടെ നിക്കമജനം എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്ത കറുത്ത വെള്ളി പോലെ ആയിട്ട്. अभी वो लोगों को प्रभु का महिमा के लिए लेकर आया था, लेकिन वो लोग प्रभु के साथ बना नहीं रहा, प्रभु को छिपा दिया, इसलिए कोई काम का नहीं आया. जैसे हमने कल भी यिर्मयाह नबी की किताब से हमने पढ़ा था कि मानो वो लोग काम का नहीं रहा, मानो उससे प्रभु को कोई फायदा नहीं हुआ, ऐसा अवस्था में आ गया. നമ്മുടെ ഹൃദയത്തെ വേണ്ടതുപോലെ കർത്താവിനെ സൂക്ഷിക്കുന്ന ഹൃദയം സകലത്തിലും അധികമായിട്ട് യേശുക്രിസ്തുവിന് 1ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ നമ്മൾ അറിയാതെ വേറെ എന്തിനെങ്കിലും സൂക്ഷിക്കും. हमारा हृदय में इस प्रकार प्रभु को अगर प्रथम स्थान अगर नहीं देता तो उस जगह में हम दूसरा कोई ना कोई बात को प्रथम स्थान देगा. इसका मतलब हम प्रभु के साथ बहुत धोखा खाएगा. അപ്പൊ നമ്മൾ കർത്താവിനെ അല്ല സൂക്ഷിക്കുന്നെങ്കിൽ പിന്നെ ആരെ ആയിരിക്കും സൂക്ഷിക്കുന്നത്? यदि आप सोचिए अगर हम प्रभु को प्रथम स्थान नहीं देता है तो हम किसको देता होगा? കർത്താവ് പറഞ്ഞു 2 യജമാനന്മാരെ ഒരേ സമയത്ത് സേവിക്കാൻ കഴിയത്തില്ല. प्रभु ने कहा 2 स्वामियों को एक ही समय में सेवा नहीं कर सकता. നിങ്ങൾക്ക് ഒരേ യജമാനെ സേവിക്കണമെങ്കിൽ മറ്റേ യജമാനോട് നിരസിച്ചിട്ട് വേറൊരു യജമാനോട് പറ്റിച്ചേരും. क्योंकि अगर आप एक स्वामी का सेवा करना है तो दूसरे को आपको दोष करना ही पड़ेगा, तभी वो एक से साथ मिला रहेगा. നമ്മുടെ ജീവിതത്തിൽ പാപം വെളിപ്പെടുന്നെങ്കിൽ, यदि हमारे जीवन में पाप प्रकट होता है तो ശരിയാണ്, നമുക്ക് പാപ സ്വഭാവം ഉണ്ട്.
निश्चय हमारे जीवन में पाप स्वभाव है, പക്ഷേ കർത്താവിനോട് പറ്റിച്ചേർന്നാൽ നമ്മൾ ഈ പാപം വെളിപ്പെടില്ല. परंतु अगर हम प्रभु के साथ लिपटा रहेगा तो हमारे में पाप प्रकट नहीं होगा. നമ്മള് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മള് 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ 6-ാം വാക്യത്തിലുണ്ട്, കർത്താവിൽ പാപമില്ല, കർത്താവിൽ വസിക്കുന്നവൻ അല്ലെങ്കിൽ അവനോട് ചേർന്നിരിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല. देखिए हम लोग पहला यूहन्ना 3रा अध्याय का 5 और 6 वचन में हम देखते हैं कि प्रभु में पाप नहीं, इसी प्रकार प्रभु के साथ जो लिपटा रहेगा वो भी पाप में नहीं रहता, उसमें वो पाप नहीं करता. അപ്പോൾ പാപമയമായ ലോകത്തോട്, കാരണം ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രതാപം അത് ലോകത്തിലുണ്ടെന്നാണ് പറയുന്നത്. इस दुनिया पूरा पाप से भरे हुए है, क्योंकि आंगों की अभिलाषा, शारीरिक अभिलाषा, जीविका का घमंड, ये सब दुनिया की ओर से आता है. അപ്പോൾ ഇത് മുഴുവനും സാത്താന്റെ അധീനതയിൽ കിടക്കുന്നു. और ये सारे बात शैतान के अधीन में पड़े हैं. അപ്പോൾ ലോകത്തിലുള്ളതോ ലോകത്തിനെയോ സ്നേഹിച്ചാൽ പിതാവിന് സ്നേഹമില്ല. इसी रीति में अगर हम दुनिया की कोई बात से अगर हम प्रेम करें तो प्रभु का प्रेम हमारे में नहीं. എന്നാൽ നാം കർത്താവിനോട് ചേർന്നിരുന്നാൽ, परंतु अगर हम प्रभु के साथ लिपटा रहे तो, കാരണം രണ്ട് വ്യക്തിയെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയത്തില്ല കർത്താവ് പഠിപ്പിച്ചത്. എന്നാൽ കർത്താവിനോട് ചേർന്നിരുന്നാൽ ലോകം നമ്മളെ തൊടില്ല, ജഡം നമ്മളെ തൊടില്ല, ഒരു മോഹവും നമ്മളെ തൊടില്ല. കാരണം ഞാൻ കർത്താവിനോട് പറ്റിച്ചേർന്ന് ഏക ആത്മാവിലായിരിക്കുമ്പോൾ അവൻ ഫലവത്തായ ഒരു ദേശത്തിന്റെ നന്മ അനുഭവിക്കും. यदि हम प्रभु ने क्लियर कहा है कि दो स्वामियों का सेवा कोई नहीं कर सकता, यदि हम एक मतलब प्रभु के साथ अगर लिपटा रहेगा तो दुनिया में हम कहीं भी रहे, हम प्रभु के लिए एक फलदायक जीवन, फलवत्त जीवन हम बिता पाएगा. കർത്താവിടെ ഫലം കായ്ക്കുക എന്ന് പറയുന്നതെല്ലാം ആത്മാവിന്റെ ഫലമാണ്. നമുക്ക് ആത്മാവിന്റെ ഫലം അറിയാം. ഒരു വിശ്വാസിക്ക് ആത്മാവിന്റെ ഫലം ഉണ്ടാകുന്നത് കർത്താവിനോട് ചേർന്നിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. प्रभु बार बार कहता है कि तुम मुझ में बने रहो और तुम फल लाओ, क्योंकि फल कब लाता है? हम प्रभु में बना रहने के कारण. ये फल जो है आत्मा का फल है, आत्मा का फल हमारे में आना प्रभु चाहता है. നമ്മൾ കർത്താവിനോട് ചേർന്ന് ഇരുന്ന് ഫലം കായ്ച്ച അല്ലെങ്കിൽ കർത്താവിനോട് പറ്റിച്ചേർന്നവൻ ഏക ആത്മാവാണ് എന്നുള്ളതിന്റെ തെളിവിനായിട്ട് 2-3 വ്യക്തികളെ നമുക്ക് കാണാം. हम लोग प्रभु को साथ लिपटा रहने वाला 1-2-3 लोगों के बारे में हम लोग प्रभु का वचन से देखेंगे. തീർച്ചയായും സഭ അങ്ങനെയാണ്. निश्चय मंडली प्रभु के साथ लिपटा रहने वाला, प्रभु के संग रहने वाला अनुभव है. പക്ഷെ ഈ സഭ ആരാണ്? परंतु ये मंडली क्या है? कौन ഓരോ है? വ്യക്തികളാണ്. वो एक एक व्यक्ति है. ഒരു സഭയിൽ കർത്താവിനോട് പറ്റിയിരിക്കുന്നവര്, വളരെ പറ്റിയിരിക്കുന്നവര് ചിലരുണ്ട്, അകന്ന് ഇരിക്കുന്നവരുണ്ട്. एक मंडली में प्रभु के साथ लिपटे रहने वाले लोग भी है, प्रभु से दूर रहने वाले लोग भी रहेगा. പക്ഷെങ്കിൽ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് അവനോട് പറ്റിയിരിക്കാനാണ്. परंतु प्रभु ने हमको जो बुलाया है, हम प्रभु के साथ लिपटा रहने के लिए बुलाया. നമ്മള് യോധയുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാത്ത ദൂതന്മാർ. കാരണം ദൈവം അവരെ സ്വർഗത്തെ ഇരുത്തിയിരുന്നതാണ്, പക്ഷെ അവർക്ക് അവിടെ ഇരിക്കാൻ ഇഷ്ടമില്ല. युदा का पत्री में हम पढ़ता है कि उन्होंने अपनी उस निज भाव को छोड़ दिया. युदा 6 वचन में पढ़ता है. അപ്പോൾ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എവിടെയാണ്? हमको प्रभु ने कहाँ पर रखा है? ക്രിസ്തു. मसीह में. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. तुम लोग प्रभु या पिता के द्वारा मसीह में रहता है. पहला कुरिन्थी 1 अध्याय का 30 वचन में लिखा है. पहला कुरिन्थी 1 अध्याय का 30 वचन. परंतु उसी की ओर से तुम मसीह यीशु में हो, जो परमेश्वर की ओर से हमारे लिए ज्ञान ठहरा, अर्थात धर्म और पवित्रता और छुटकारा. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. कितने आशीर्वाद एक वचन है. ദൈവം, പിതാവായ ദൈവം നമ്മളെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുക. पिता परमेश्वर ने हमें पुत्र में या मसीह में लाकर रखा है. എവിടെയാണ് ആക്കി വെച്ചിരുന്നത്? हमको कहाँ पर लाकर रखा? ആ പ്രകാശം കിട്ടുമ്പോൾ उस ज्योति जब हम पाएगा, നാം ക്രിസ്തുവിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. तो हम मसीह में कितना धन्य लोग. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിലാണെന്നുള്ള ബോധ്യം, ക്രിസ്തുവിന് പുറത്ത് നാശമാണ്. इसलिए हमें एक अच्छा ज्ञान होना चाहिए, निर्णय होना चाहिए कि मैं मसीह में हूँ, क्योंकि मसीह के बाहर जो है वो खतरा है. നമുക്ക് പുതിയ നിയമത്തിൽ ഒരു സഹോദരനെ നമുക്ക് പഠിക്കാം. ബർന്നബാസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. आज हम नया नियम में एक व्यक्ति के बारे में थोड़ा देखेंगे, बरनबास के बारे में. അവിടെ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം, जब प्रेरितों का काम उसका 11 अध्याय में അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ उसका 19 वचन से जब हम देखता है, ചിതറിപ്പോയ സ്തെഫാനോസിന്റെ പീഡനിമിത്തം ദൈവജനം പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. जब स्तेफानोस के उस महाराज आने के कारण मंडली इतर-बितर हुआ. അവരെന്ത് ചെയ്തു? वे लोग क्या किया? മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കൊപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. अब ये उन लोगों ने और किसी से बात ना करते हुए मतलब उन लोगों ने मतलब इतर-बितर हुआ. वो लोग साइप्रस और अंत्योक्या और फिनिकिया ऐसा देशों में पहुंचा. എന്നിട്ട് അവരിൽ ചിലർ और उनमें से कुछ लोग
കുറെ എന്ത് ചെയ്തു, അവരെ അന്ത്യോക്യയിൽ വന്നു. वो लोग अंत्योक्या में आया. അപ്പൊ അന്ത്യോക്യയിൽ വന്നപ്പോൾ അവിടെ കുറച്ചു പേര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. उस अंत्योक्या में जब आया तो उधर कुछ लोगों ने प्रभु को ग्रहण किया. കാരണം ഇവര് കർത്താവിനോട് ചേർന്നിരുന്നവരാണ്. वे लोग प्रभु के साथ लिपटा हुआ लोग थे. അതിന്റെ 21 വാക്യത്തിലുണ്ട്, കർത്താവിന്റെ കൈ അവരോട് ഉണ്ടായിരുന്നു. और हम उसका 21 वचन में देखते हैं कि प्रभु का हाथ उन पर था. വലിയൊരു കൂട്ടം വിശ്വാസത്തിൽ കർത്താവിലേക്ക് തിരിഞ്ഞു. और बहुत लोग विश्वास करके प्रभु की ओर फिरे അല്ലെങ്കിൽ കർത്താവിനോട് ചേർത്തു. और उन लोग प्रभु के साथ मिल गया. അപ്പം ആരംഭം തന്നെ ഒരു പാപി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേരുക എന്നുള്ളതാണ്. इसको अर्थ क्या है कि ये एक व्यक्ति का शुरुआत क्या है, वो उदार पा करके प्रभु के साथ मिल जाना. അപ്പോൾ നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. അന്നേരം വേറെ ഒരു പ്രാദേശിക സഭയിലെ യെരുശലേം സഭ മാത്രമേ ഉള്ളൂ. उस समय में उस अवस्था को आप जानना, और जगह जगह में मालूम मंडलियां नहीं है, सिर्फ एक ही मंडली है, वो यरूशलेम में है, ये बात को आप जानना. ഇപ്പോൾ ദേവദാസന്മാരുടെ പ്രവൃത്തി നിമിത്തം അന്ത്യോക്യ എന്ന് പറയുന്ന ഒരു ജാതീയ സ്ഥലത്ത് ഒരു സഭ ഉളവായി. अभी यहाँ पर हम देखते हैं कि जब प्रभु के दासों के कार्यों के कारण अंत्योक्या में वहां पर एक मंडली खड़ा हो गया. അപ്പോൾ അവിടെ സഭ ഉളവായി എന്ന് അറിഞ്ഞപ്പോൾ യെരുശലേം സഭയുടെ അംഗീകാരം വേണം. യെരുശലേം സഭ ചില സഹോദരന്മാരെ അവിടേക്ക് അയക്കുക. उस समय में ये बात मालूम पड़ा कि अंत्योक्या में कुछ लोग विश्वास में आया, तो यरूशलेम के लोग भी उन विश्वासियों को मानना चाहिए, इसलिए यरूशलेम से कुछ भाइयों को अंत्योक्या में भेजा. അവിടെ ആരെയാണ് അയച്ചത്? ബർന്നബാസ് എന്ന് പറയുന്ന സഹോദരനെയാണ് അയച്ചത്. वहां पर किसको भेजा? यहाँ पर हम देखते हैं कि बरनबास करके एक भाई को भेजा. അവിടെ ചെന്നപ്പോൾ അവിടെ സഭയുണ്ട്. और जब बरनबास वहां पहुंचा तो वहां पर मंडली है. അവിടെ ആദ്യം പോയ സഹോദരന്മാർ കർത്താവിനോട് ചേരുമാറാക്കി. और जो पहले जो गया था प्रभु का जन, उन लोगों ने उनको वचन सुना करके प्रभु के साथ मिलाया. പക്ഷെ ഇദ്ദേഹം ചെന്നപ്പോഴും പറയുകയാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കണം. अभी यहाँ पर बरनबास जाने के बाद में भी उनको कहता है कि तुम लोग प्रभु के साथ मिला रहना. അവിടെ അദ്ദേഹം ഉണ്ടോ, എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാന്നൊക്കെ പ്രഭു. അപ്പൊ അവർ ചേർന്നവരല്ലേ? वहां पर सभी लोगों को प्रभु के साथ मिला रहने के लिए उनको प्रोत्साहन दिया. क्या उन लोगों को प्रभु के साथ पहले से मिला हुआ नहीं था क्या? കാരണം സഭ ഉളവായത് കർത്താവിനോട് ചേർന്നുകൊണ്ടാണ്. क्योंकि मंडली इसलिए वहां पर तैयार हो गया, वे लोग प्रभु के साथ मिल गया था. അപ്പൊ യെരുശലേം സഭ അയച്ചപ്പോൾ നിങ്ങൾ ഇനി കർത്താവിനോട് ചേർന്നല്ലോ, ഇനി ഒരു 100 കൂട്ടം കൽപ്പനകൾ ഞാൻ തരികയാണ്, നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം. ഇതൊന്നും അല്ല പറഞ്ഞത്. अभी यरूशलेम से एक व्यक्ति यहाँ पर आकर के, अच्छा तुम लोग अभी प्रभु के साथ मिल गया ना, अभी इसलिए यरूशलेम की तरफ से तुम्हें कुछ कुछ विधियां मैं देता हूँ बोल के ऐसा कुछ विधियां नहीं बनाया, जबकि वो बोलता है कि तुम प्रभु के साथ मिला रहना. ഞങ്ങൾ മാതൃസഭയാണ്, हम एक आदर्श का मंडली है, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം, हम लोग जो कहता है वो तुम सुनना चाहिए, ഞങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ആയിരിക്കണം, हम जैसे कहता है वैसे तुम लोग चलना चाहिए, ഞങ്ങളുടെ രീതിയിൽ നിങ്ങൾ ആരാധിക്കണം, हम जैसे आराधना करता है ऐसे तुम आराधना करना चाहिए. അങ്ങനെ വല്ലതും പറഞ്ഞോ? ऐसा कुछ बोला क्या? ഒന്നും പറഞ്ഞില്ല. ऐसा कुछ भी बात नहीं बोला. നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി. आप लोगों को एक ही काम करना है. നിങ്ങൾ ചേർന്നതുപോലെ വീണ്ടും വീണ്ടും കാരണം ഈ കർത്താവിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഒരു ഫലവുമില്ല. क्योंकि आप प्रभु से ऑलरेडी आप मिल चुका है, उसी प्रकार उसी अवस्था में बना रह करके मिले रहते हुए आगे बढ़ना, वही उनको कहना था. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആത്മാവിന് ഫലം ഇവർക്കുണ്ടാവും. क्योंकि जब हम प्रभु के साथ मिला रहेगा तब उसमें वो व्यक्तियों में आत्मा का फल देखने में आएगा. കാരണം ഇദ്ദേഹം തന്നെ വ്യക്തിപരമായി അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു. क्योंकि बरनबास खुद ही इस प्रकार का आत्मा का फल देने वाला व्यक्ति था. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് അതിന്റെ എന്നിട്ട് പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. അതിന്റെ 24 വാക്യം जब बरनबास के बारे में उसका 24 वचन में कहता है, ശിഷ്യപ്പെടോ, वह एक भला मनुष्य था और पवित्र आत्मा और विश्वास से परिपूर्ण था और अन्य बहुत से लोग प्रभु में आ मिले. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ വ്യക്തി എങ്ങനെയുള്ളവനാണ്? यहाँ पर इस बरनबास के बारे में क्या कहता है? അവൻ നല്ലവനാ എന്ന് പറഞ്ഞാൽ അവൻ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നല്ലവനാണോ? ये व्यक्ति अच्छा व्यक्ति या भला व्यक्ति, ये प्रभु को पाने से पहले वो अच्छा व्यक्ति ऐसा है क्या? നമ്മളെ പോലെ പുള്ളിയും പാപിയായിരുന്നു. नहीं, बरनबास भी हमारे समान एक पापी मनुष्य था. എന്നാൽ കർത്താവിനോട് പറ്റിച്ചേർന്നപ്പോൾ जब प्रभु से वो मिल गया, അവൻ ആരായി തീർന്നു? वो कौन बन गया? നല്ലവനായി തീർന്നു. वो एक भला मनुष्य बना. പ്രൈസ് ദി ലോർഡ്. हालेलुया. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലവരാണ്. जो हमारे दिल में यदि प्रभु रहता है तो हम भला है. ആ കർത്താവിനോട് പറ്റിച്ചേർന്നുവെങ്കിൽ ആത്മാവിന് ഫലം വരും. यदि हम प्रभु के साथ लिपटा हुआ अनुभव है तो हमारे में आत्मा का फल आएगा ही. അവിടെ അവൻ നല്ലവനായതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത്. वो भला व्यक्ति था इसलिए आत्मा में भर गया.
അപ്പോൾ ഈ നല്ലവൻ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നുവെങ്കിൽ അവനുമായി ആ വ്യക്തി ആത്മാവിന്റെ ഫലം ഉണ്ടാവും. एक भला व्यक्ति में बोलने का अर्थ क्या है कि अगर हम प्रभु के साथ लिपटा रहेगा तो उस व्यक्ति में आत्मा का फल जरूर मिलेगा. നമുക്ക് ആത്മാവിനെ കൂടാതെ ഒന്നും കഴിയത്തില്ല. भैया हम आत्मा के बिना कुछ नहीं कर सकता. അപ്പൊ കർത്താവിനോട് ചേർന്നിരിക്കുക എന്നുള്ളത് ആണ് നമ്മൾ നേരത്തെ നമ്മൾ വായിച്ചു തുടങ്ങിയ ആ വചനം നമ്മൾ വായിച്ചത്. അത്തി കൃഷി ചെയ്യുന്നവൻ അത്തി തിന്നും. अब ये हमने जब शुरुआत में हमने जो वचन पढ़ा था, जो अंजीर का जो खेती बनाएगा तो अंजीर खाएगा, എന്നാൽ യജമാനനെ സൂക്ഷിക്കുന്നവൻ, परंतु जो स्वामी की सेवा करेगा, എത്രമാത്രം ഗ്ലോറിക്ക്, എത്രമാത്രം മഹത്വത്തിന്, എത്രമാത്രം ഫലവത്തായ ഒരു ജീവിതത്തിന്, ഫലവത്തായ ഒരു ശുശ്രൂഷയ്ക്ക്, ഒരു നല്ല നടപ്പിന് എല്ലാം ഈ മശിഹാ തമ്പുരാനെ സർവവുമായിട്ട് ഹൃദയത്തിൽ യജമാനനായി എപ്പോഴും അവനോട് പറ്റിച്ചേർന്നിരിക്കണം. जब उस स्वामी की सेवा करने वाला, प्रभु स्वामी की इच्छा पर चलने वाला, उस स्वामी को मतलब महिमा देने वाला, वो हमेशा प्रभु के साथ मतलब उस स्वामी के साथ इस रीति में लिपटा रहना चाहिए. ബർന്നബാസ് മാത്രമല്ല, പുതിയ നിയമത്തിലെ എല്ലാ അപ്പോസ്തലന്മാരും ഫലം കായ്ച്ചവരെല്ലാം അത് ചെയ്തവരാണ്. सिर्फ बरनबास नहीं, जो भी प्रभु के लिए फलदायक जीवन बिताया, वे सारे लोग इस रीति में प्रभु के साथ लिपटा रहने वाला जीवन बिताया हुए लोग हैं. അപ്പൊ ഫിലദൽഫിയ സഭ എന്ന് പറയുന്നത് എന്താണ്? കർത്താവിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്, അവരുടെ വചനം സൂക്ഷിക്കുന്നവരാണ്, കർത്താവിനോട് പറ്റിച്ചേർന്ന് ഇരിക്കുന്നവരാണ്. फिलदेल्फिया मंडली का खूबी क्या है कि लोग प्रभु का उस वचन को जाना हुए लोग हैं और वचन में बना रहने वाले लोग हैं और प्रभु के साथ लिपटा रहने वाला अनुभव का लोग हैं. ഇനി പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ രണ്ട് വ്യക്തികൾ കൂടെ നോക്കുകയാണ്. നമുക്കറിയാം, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്കറിയാം ആ വ്യക്തികൾ ആരാണെന്ന് അറിയാം. जब हम पुराना नियम से भी ऐसा दो व्यक्ति के बारे में देखेंगे जो प्रभु से लिपटा रहा, मैंने इतना बताया तो आपको याद आ गया होगा वो कौन है. അപ്പൊ കർത്താവിനോട് പറ്റിയിരുന്നത് കൊണ്ട് മറ്റു സഹോദരന്മാരിൽ നിന്ന് വളരെയധികം പീഡ അനുഭവിക്കപ്പെട്ടവരാണ് ഇവര്. अभी प्रभु से लिपटा रहने के कारण ये लोग और लोगों से बहुत से तकलीफ उठाए हुए लोग हैं. കാരണം ദേശം ഉറ്റുനോക്കാൻ മോശ അയച്ച കൂട്ടത്തിൽ ആ 12 ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരും തെരഞ്ഞെടുത്ത് അയച്ച കൂട്ടത്തിലുള്ള രണ്ടുപേരാണ് യോശുവയും കാലേബും. जब प्रभु मूसा ने उस वायदा के देश को देखने के लिए हर एक गोत्र से एक एक लोगों को चुन करके भेजा था, उनमें से 2 लोग था ये दोनों. അവിടെ കർത്താവ് ഒരു കാര്യം സത്യം ചെയ്ത് പറയുകയാണ്. यहाँ पर प्रभु ने कसम खा करके एक बात कहता है. നമ്മുടെ സംഖ്യാപുസ്തകം അതിന്റെ 32 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ, जब गणना 32 अध्याय उसका 10 वचन में 32 का 10, इसलिए उस समय यहोवा ने कोप करके इस शपथ खाई, निसंदेह जो मनुष्य मिस्र से निकल आए हैं उनमें से जितने 20 वर्ष के या उसके अधिक आयु के हैं वे उस देश को देखने न पाएंगे जिसके देने की शपथ मैंने अब्राहम, इसहाक और याकूब से खाई है, क्योंकि वे मेरे पीछे पूरी रीति से नहीं हो लिए. 11 വാക്യത്തിൽ കർത്താവ് അവിടെ പറയുകയാണ്, യോശുവയും കാലേബും യഹോവയോട് പൂർണ്ണമായി പറ്റിയിരുന്നത് കൊണ്ട് അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് परंतु यूहन्ना के कनिज का पुत्र कालेब और नून का पुत्र यहोशू, ये दोनों जो मेरे पीछे पूरी रीति से हो लिए हैं, ये उसे देखने पाएंगे. അവരുടെ യോഗ്യത എന്താണ്? अभी ये दोनों योशुआ और कालेब, उनका योग्यता क्या है? ഏകദേശം 20 ലക്ഷം പേരുണ്ട്. यह अभी करीब 20 लाख लोग हैं. 6 ലക്ഷം പുരുഷന്മാർ തന്നെയുണ്ട്. और उसमें मतलब 6 लाख योद्धा लोग हैं. അവരെ ദൈവം എങ്ങോട്ടാണ് വിളിച്ചത്? और उनको काम के लिए प्रभु ने बुलाया, ആ ഫലവത്തായ ദേശം, उस फलदायक देश के लिए. പക്ഷെ യാത്ര പുറപ്പെട്ട് അവർ യാത്രയിൽ അവർ ചേർന്നിരിക്കേണ്ടത് അവരെ വിളിച്ച ദൈവത്തോട് ചേർന്നിരിക്കണമായിരുന്നു. इस यात्रा में उन लोग उलाट दिया हुआ प्रभु के साथ मिला रहना चाहिए था. എന്നാൽ ഇവിടെ ഒരു സംഭവം നടന്നു. यहाँ पर एक बात हुआ. നമ്മളവിടെ 14 അധ്യായത്തിന്റെ ഈ സംഖ്യാപുസ്തകം തന്നെ 14 ദേശം ഉറ്റുനോക്കാൻ പോയി. जब इसी गन्ना का किताब 14 अध्याय में हम देखते हैं कि लोगों ने देश को देखने के लिए गया. അല്ലെങ്കിൽ 13 അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യും? നമുക്ക് അവിടെ വായിക്കാം. അവിടെ 13ന്റെ 23 വാക്യം, उस 13 अध्याय उसका 23 वचन, അവിടെ എസ്കോൽ താഴ്വരയോളം ചെന്നു. उन्होंने एस्कोल नाम की नाले तक गए. അവിടെ എന്തൊക്കെ ഉള്ള ഫലമാണുള്ളത്? और वहां कैसे कैसे फल है. അവിടെ നിന്നൊരു മുന്തിരിവള്ളി കൈയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. वहां पर एक दाख का डाली को गुच्छे के समेत उन्होंने तोड़ लिया और 2 मनुष्य मैंने उसको उड़ाया. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുവന്നു. और उन्होंने वहां से अनार, अंजीर ये सब लेकर आया.
എത്ര ഫലവത്തായ ദേശമാണ്! कितना फलदायक देश है। ഇസ്രായേൽ മക്കൾ കഴിഞ്ഞ 430 വർഷം അല്ലെങ്കിൽ 400 വർഷം ഇങ്ങനെയുള്ള മധുരമൊന്നും അവർ കഴിച്ചിട്ടില്ല. अभी करीब 400 साल से अधिक या 430 साल इसराइल के लोगों ने इस प्रकार का कोई फल नहीं खाया था। അവരെന്താ കഴിച്ചുകൊണ്ടിരുന്നത്? उन्होंने क्या खाया था? അത് 15 അധ്യായത്തിലുണ്ട്. उसका 15 अध्याय में है। അവിടെ മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി ഇതൊക്കെയാണ് അവർ തിന്നത്. मानो वहां पर उन लोगों ने क्या किया? कद्दू कित्तू खाया। എന്നാൽ നാവിനെ കൈപ്പുളവാക്കുന്ന मानो इस जीव को हमारा कड़वा लाने वाला അങ്ങനെയുള്ള ഫലമാണ് അവർ തിന്നത്. ऐसा फल उन्होंने खाया। നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള ഒരു സാദൃശ്യമാണത്. मतलब हम प्रभु को पाने से पहले का एक छाया वो बात को दिखाता है। നമ്മൾ തെറ്റി നടന്നവരും നാനാ മോഹങ്ങൾക്കിരയായി ലോകത്തിന്റെ എല്ലാ ശാപത്തിനും യോഗ്യരായി നടന്നവരാണ്. हम लोग भटके हुए थे, दुनिया के मतलब मोहों में हम फंसे हुए थे, अपनी अपनी अभिलाषाओं में हम लोग चलते थे, ऐसे लोग हम लोग थे। അപ്പോൾ അവർ തിന്നത് ഭൂമിയോട് പറ്റിയിരിക്കുന്ന ഈ ലോകത്തോടെ, കാരണം ഈ സാത്താന്റെ അധീനതയിലുള്ള കാര്യങ്ങളാണ് അവർ തിന്നുകൊണ്ടിരുന്നത്. और वो लोग ये दुनिया में मिलने वाला, दुनिया से मतलब मिला रहने वाला बातों को लोग खाया था। എന്നാൽ അങ്ങനെയുള്ളവരെ ऐसे लोगों को കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. वो लोगों को प्रभु मधु दूध और मधु बहने वाला देश में प्रभु लेकर जा रहा है। അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് इसलिए उस यात्रा में അവർ ചെന്നെത്തേണ്ട സ്ഥലത്തെ അനുഭവം അവർക്ക് കൊടുക്കുകയാണ് ദൈവം. കാരണം കനാൻ നാട്ടിൽ ചെന്നാൽ ഉടനെ അല്പം ഒരൗൺസ് വീഞ്ഞോ ഒരൗൺസ് പാലോ ഒരൗൺസ് തേനോ അല്ല, ലിറ്റർ കണക്ക് പാലും ലിറ്റർ കണക്ക് തേനും കുടിക്കണം ഉള്ള സമൃദ്ധി ഉണ്ട് അവിടെ. वे लोग जब कनान में पहुंच जाएगा वहां पर एक एक मिलीग्राम मिलीलीटर के हिसाब से थोड़े थोड़े करके दूध नहीं, थोड़ी थोड़ी करके मधु नहीं, वहां पर आपको किंडल के हिसाब से मिलने वाला बात है। उस अनुभव प्राप्त करने के लिए प्रभु यहाँ पर ये मार्ग में लेकर जा रहा है। അപ്പോൾ ആദ്യമായിട്ട് തേൻ കുടിക്കുന്ന ഒരു വ്യക്തി 1 ലിറ്റർ തേൻ കുടിച്ചാൽ അവസ്ഥ എന്താണ്? अगर पहली बार एक व्यक्ति अगर मधु पी रहा है और एक ही साथ अगर 1 लीटर मधु पिएगा तो उसकी अवस्था क्या होगा? എന്നാൽ ഒരു 30 കൊല്ലം ഒരു 40 കൊല്ലം അല്പം ഔൺസ് അല്ലെങ്കിൽ ഇച്ചിരി മില്ലി കൂടി ഇങ്ങനെ ജീവിത കാലഘട്ടം കൊണ്ട് മധുരത്തിന്റെ അല്ലെങ്കിൽ തേനിന്റെ അനുഭവം അനുഭവിച്ച വ്യക്തിക്ക് 1 ലിറ്റർ കുടിച്ചാൽ ഒരു പ്രശ്നവുമില്ല. കാരണം അവൻ അതിനുള്ള ശക്തിയുണ്ട്. परंतु अगर आप थोड़ा थोड़ा करके 1 आउंस उससे थोड़ा सा और ज्यादा ऐसा ज्यादा करके करीब 30-40 अगर पिएगा तो अगर उधर जाकर के अगर 1 लीटर भी पिएगा तो उसके लिए नुकसान नहीं रहेगा। ഇവിടെ നമ്മൾ കർത്താവിനെ ഈ സ്വർഗത്തിൽ ചെന്ന് അനുഭവിക്കാൻ പോകുന്നതിന്റെ അളവ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭവമാണ്. स्वर्ग में जाकर के जो हम प्रभु को अनुभव करने जा रहा है वो हम किसी प्रकार अपने ओठों से शब्दों में कभी बयान नहीं कर सकता। കാരണം ലോകത്തിന്റെ രുചി അനുഭവിച്ചവരാണ്. അത് കുറേശ്ശെ നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് സ്വർഗീയ സന്തോഷം അനുഭവിച്ചെങ്കിൽ മാത്രമേ അവിടെ ചെല്ലുമ്പോൾ സമൃദ്ധമായ രീതി അനുഭവിക്കാൻ കഴിയുള്ളൂ. हम लोग एक समय में ये दुनिया के मतलब दुनिया से दुनिया के संबंध की बातों की खुशी पाने वाले लोग थे, परंतु अभी प्रभु में आने के बाद प्रभु की अनुभव थोड़ा थोड़ा करके अनुभव पाते जाएगा, तभी जाकर के स्वर्ग में जाकर के उस महान अनुभव को हम ले पाएगा। അപ്പൊ ഈ തേൻ കുടിക്കുമ്പോൾ ये तेल पीने के समय, ये मधु पीने के समय ഈ കനാൻ ഈ മിസ്രയീം ദേശത്തിലെ ആ കയ്പിന്റെ അനുഭവം കുറേശ്ശെ മാറും. इस मिस्रईम की जो कड़वाहट की जो अनुभव था वो धीरे धीरे दूर हटेगा। അങ്ങനെ ലിറ്റർ കണക്കിന് തേനും പാലും കുടിക്കുന്ന സ്ഥിതിയിൽ നമ്മൾ ഇന്നലെ തേനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് തേൻ പ്രകൃതി സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. സ്വന്തം ഗ്ലോറിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് തേൻ അത് പ്രകൃതിപരമായി തീരുന്നത്. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ആകുമ്പോഴാണ് തേൻ അത് സ്വർഗീയമാകുന്നത്. मतलब मधु के बारे में हमने कल जब देखा था उस समय में आपको बताया था कि मतलब ये जो मधु जो है वो दुनिया और दुनिया की बातों को दिखाता है, परंतु ये उसी समान स्वर्गीय बातों को भी मिलाएगा तो उसके अनुभव में जब मधु स्वर्गीय अनुभव में भी अपन दृष्टांत में ऐसा कर सकता है। അപ്പോൾ അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് അവർ കൊണ്ടുവന്ന ഫലത്തെ കുറിച്ച് പറയുകയാണ്. अभी उन लोगों ने उस एस्कोल के उस किनारे तक जब गया था उसके अनुभव के बारे में जब बताता है, അപ്പോൾ അവര് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അവരെ അയച്ച് കനാൻ ദേശം എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഇവരെ അയച്ചിരിക്കുകയാണ് ദേശം ഉച്ചു നോക്കാൻ. അവർ തിരിച്ചു വന്നിട്ട് ഈ 12 പേര് തിരിച്ചു വന്നിട്ട് മോശയോടും ബാക്കിയുള്ള ജനത്തോടും കാര്യം വിവരിച്ചു പറയുമ്പോൾ അവിടെ മോശയും കാലേബും യോശുവയും പറഞ്ഞ റിപ്പോർട്ടാണ് 13 अध्यायത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. जब कनान देश में जाकर के जानजूसी करके
ये 12 गोत्रों का 12 लोग जब आया वहां पर आकर के उन लोगों को मोशे को दिया हुआ रिपोर्ट के बारे में उस कहना 13 अध्याय में हम पढ़ता है जोशुआ और कालेबिന് उत्तर दिया. അപ്പോൾ അവർ പറയുകയാണ്, യോശുവയും കാലേബും പറയുകയാണ്, അഹരോനും നീയും കൂടെ അന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞതുപോലെ തന്നെ ദേശം പാലും തേനും ഒഴുകുന്നതാണ്. अभी यहाँ पर योशुआ और कालेब कहता है कि आपने जब वहां पर जो कहा था यात्रा में कि ये जो देश है वो बिल्कुल दूध और मधु बहने वाला देश है, നല്ലതാണ്, वो बहुत अच्छा देश है, കർത്താവ് ആകുമ്പോൾ നമുക്ക് തരും. वो देश प्रभु हमको जरूर देगा. അവിടെ മല്ലന്മാരുണ്ട്, वहां पर दानव लोग है, പക്ഷെ അവർ നമുക്ക് ഇരയാവും. वो लोग हमारा शिकार बन जाएगा കാരണം നമ്മൾ കർത്താവിനോട് പറ്റിയിരിക്കുകയാണ്. क्योंकि हम प्रभु के साथ लिपटे हुए हैं. എന്നാൽ കൂടെ പോയ 10 പേര് പറഞ്ഞ റിപ്പോർട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. परंतु ये दोनों लोगों के अलावा बाकी 10 लोग जो बताया हुआ रिपोर्ट जो है वो बिल्कुल इनकी गवाही के खिलाफ थे. അപ്പൊ അതിന് 31 വാക്യം വായിക്കാം. उसकी 31 वचन पढ़ेंगे, उसमें 13 अध्याय का 31 वचन. पर जो पुरुष उनके संग गए थे उन्होंने कहा, उन लोगों पर चढ़ने की शक्ति हम में नहीं है क्योंकि वे हमसे बलवान हैं. ഇത് കേട്ടപ്പോൾ റോങ് റിപ്പോർട്ട്. കാരണം മോശ പറഞ്ഞ സുവിശേഷത്തിന്റെ സദ്വർത്തമാനം അല്ല. मतलब यहाँ पर मूसा ने वो देश का खूबियत बताया था, परंतु वो खूबियत उधर था ही, लेकिन ये लोग रिपोर्ट जो है वो उस बात को प्राप्त करने के लिए खिलाफ में था. അപ്പോൾ ഈ 10 പേര് ഭൂരിപക്ഷം പറയുകയാണ്, ഈ യോശുവയും കാലേബും പറഞ്ഞ റോങ് ആണ്, ഇവരെ കല്ലെറിയണം. इसलिए अभी मेजोरिटी में आप देखिए 12 लोगों में सिर्फ 2 लोग मतलब प्रभु का वो देश हमको देगा करके बताया, परंतु ये 10 लोग बोलते हैं कि नहीं 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 हम उधर जाएगा तो उधर का लोग बहुत शक्तिमान है और वो लोग बहुत बलवान लोग है, हम लोग उसका शिकार बन जाएगा, ऐसा बोलकर गलत रिपोर्ट दिया. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ വ്യർത്ഥമായി കണ്ടിട്ട് ദൈവത്തിന്റെ വചനം നന്നായി പറഞ്ഞവരെ കല്ലെറിയാൻ ശ്രമിച്ചപ്പോൾ ഇവര് ചിന്തിക്കുകയാണ്, എടാ എന്നാ വാക്ക് മാറ്റി, ഇപ്പൊ ഞങ്ങൾ കൊല്ലപ്പെടാൻ പോവുകയാണ്, ഒന്ന് വാക്ക് മാറ്റി പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് രക്ഷപ്പെടാം, അങ്ങനെ പറഞ്ഞോ. अभी यहाँ पर ये 10 लोगों का बात सुन करके चलो अभी ये लोग ऐसा बोल रहे हैं तो हम भी बात बदलेंगे, ऐसे उन लोगों ने सोचा ഇല്ല. नहीं. കാരണം അവര് മന്ന തിന്നപ്പോൾ കർത്താവിന് ആ മന്ന തിന്നപ്പോൾ ആ മന്നയിൽ അടങ്ങിയിരുന്ന ആ തേനിന്റെയും പാലിന്റെയും ആ അനുഭവം അവർ ആസ്വദിച്ചപ്പോൾ കർത്താവേ ഈ മന്നയ്ക്ക് ഇത്രയും രുചിയുണ്ടെങ്കിൽ, ഇത്ര തേനിന്റെയും പാലിന്റെയും അനുഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെല്ലുന്ന കനാൻ ദേശം എത്ര അനുഗ്രഹമായിരിക്കും. अभी ये लोगों ने इस 40 साल की मरुभूमि यात्रा में मन्ना खाया, मन्ने का स्वाद क्या था, वो मतलब दूध का और मधु का स्वाद था. अभी उधर जाकर के कनान देश में जाकर के उन्होंने दूध और मधु बहते हुए जब देखा तो उन्होंने ये विश्वास किया कि वो इससे भी कितना स्वादिष्ट है, ये बात का उन्होंने गवाही दी. ഓരോ വിശ്വാസിക്കും ഈ ആന്തരികമായ ഈ ടെസ്റ്റ് മണി കർത്താവ് നല്ലവനും രുചിച്ചറിവീൻ. അതെ, ഇന്ന് എനിക്ക് യേശുക്രിസ്തുവിനാൽ പരിശുദ്ധാത്മാക്കളുടെ ദൈവരാജ്യവും ഭക്ഷണവുമല്ല പാനീയമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മ സന്തോഷവുമാണ്. അപ്പോൾ ഇത് ഞാൻ അനുഭവിച്ചറിയുമ്പോൾ അതിന്റെ പൂർണ്ണതയിൽ കർത്താവ് അവിടെ വരുമ്പോൾ ഇവിടെ ഇത്രയും ഉണ്ടെങ്കിൽ. अभी हमें ये बात को जानना है कि हर एक व्यक्ति को प्रभु बनाए करके चक्कर जानने के लिए बोला. प्रभु को बनाए करके जब चक्कर जानेगा तो इस दुनिया की यात्रा में हमें इतना अनोखा अनुभव है. तो കാരണം ഘട്ടങ്ങളിലും പ്രയാസങ്ങളും മധ്യേ തന്നെയാണ് നമ്മൾ ഈ സന്തോഷം അനുഭവിക്കുന്നത്. हम लोग भी हमारे जीवन में बहुत कष्ट और प्रतिकूल के बीच में हम लोग ये आनंद को मनाते हैं. പൗലോസും ശീലാസും കാരാഗൃഹത്തിലാണ്. जब पौलुस और सीलास बंदीगृह में थे അവര് ഞങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ചില്ല. उन्होंने प्रभु हमको छुड़ा ले बोलकर प्रार्थना नहीं किया, കാരണം അവരുടെ ഉള്ളിൽ കർത്താവുണ്ട്. क्योंकि उनके अंदर प्रभु है കർത്താവിനോട് പറ്റിച്ചേർന്നവർക്ക് ആത്മാവിന് സന്തോഷമുണ്ട്. और उनको प्रभु के साथ लिपटा हुआ अनुभव में उनको आत्मा में आनंद है. ഞങ്ങളെ വിടുവിക്കണമേ സഹായിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയല്ല. वो प्रभु हमको छुड़ा ले बोल करके वो रोता नहीं. പിന്നെ എങ്ങനെ എന്താണ് ചെയ്തത്? फिर उन्होंने क्या किया? കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ यदि प्रभु हमारे साथ है तो ഏത് കഷ്ടത്തിലും സന്തോഷിക്കാൻ കഴിയും. हर एक दुख में कष्ट में हम आनंद मना पाएगा. പലപ്പോഴും ഇസ്രായേൽ മക്കൾ യെരുശലേം ദേവാലയത്തിൽ കർത്താവ് ഇല്ലാത്തതുപോലെ നിലവിളിക്കുന്നു. നമ്മൾ മീഖ പ്രവചനങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവ് നിങ്ങൾ എന്തിനാ ഇത്രയും നിലവിളിക്കുന്നത്, ഞാൻ മന്ദിരത്തിലില്ലേ, ഞാൻ നിങ്ങളുടെ നടുവിലില്ലേ. जब इसराइल के उस मंदिर में इसराइल के लोग कई बार ऐसे रोते थे तो प्रभु बार बार कहते हैं कि मैं मेरे भवन में है ना, तुम मैं तुम्हारे बीच में है ना, ऐसा प्रभु बोलते थे. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? हमारे अंदर कौन है? കർത്താവുണ്ട്.
प्रभु है। ഈ കർത്താവ് ഉണ്ട്, അവനോടാണ് നമ്മൾ പറ്റിച്ചേരുന്നത്. അതായത് നമുക്ക് പുറത്തുള്ള ലോകത്തോടല്ല പറ്റിച്ചേരേണ്ടത്. जिस प्रभु हमारे साथ है उस प्रभु के साथ लिपटा रहना चाहिए, हम ये दुनिया के साथ नहीं लिपटना ഈ चाहिए। സർവ്വ സൃഷ്ടിയുടെയും കർത്താവാണ് എന്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്നത്. ये सारा सृष्टि का सृजनहार मेरा दिल में है, ഞാൻ അവനോട് ചേർന്ന് നിൽക്കണം. मैं उनके साथ बना रहना। അവനോട് ചേർന്ന് ഇരിക്കാത്തൊരു വിശ്വാസം, കർത്താവ് താലെന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം കർത്താവ് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. जो उसके साथ बना नहीं रहता वो व्यक्ति के बारे में जब प्रभु ने उन तालंतों का दृष्टांत जो बताया इसके बारे में बताता है। നമ്മളെ നേരത്തെ യിരെമ്യാവ് പറഞ്ഞല്ലോ, ആ കച്ച കൊണ്ടുപോയി ഭൂമിയുടെ അടിയിൽ വെച്ചതുപോലെ കർത്താവ് പുതിയ നിയമത്തിലും ഈ കാര്യം പറയുന്നുണ്ട്. यहाँ पर आपने यिर्मयाह नबी का किताब से अभी पढ़ा था, वो लुंगी कुछ दिन उपयोग करने के बाद में वो छिपाया था, उसी प्रकार हम लोग प्रभु ने बताया हुआ वो दृष्टांत में भी देखता है। നമുക്ക് മത്തായിയുടെ സുവിശേഷം 25:18 താലന്ത് കൊടുക്കുന്നുള്ളത്. ഒരു താലന്ത് കിട്ടിയ ആ മനുഷ്യൻ എന്താ ചെയ്തത്? जब मत्ती के सुसमाचार उसकी 25 अध्याय 28 वचन में जब हम पढ़ता है, इसलिए वह तोड़ा उसे ले लो और जिसके पास 10 तोड़े हैं उसको दे दो, क्योंकि जिस किसी के पास है उसे दिया जाएगा और उसके पास बहुत हो जाएगा, परंतु जिसके पास नहीं है उससे वह भी जो उसके पास है ले लिया जाएगा। 25:18 ഒന്ന് ലഭിച്ചവനോ പോയി നിലത്ത് കുഴി കുഴിച്ചു, യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. 18 वचन 25 का 18 जिसको एक मिला था। मत्ती 25 का 18। परंतु जिसको एक मिला था उसने जाकर मिट्टी खोदी और अपने स्वामी के रुपए छिपा दिए। അവൻ എന്ത് ചെയ്തത്? मतलब उस व्यक्ति ने क्या किया? യജമാനെ കിട്ടി, രക്ഷകനായി സ്വീകരിച്ചു. मतलब प्रभु को स्वीकारा, പക്ഷെ ആ കർത്താവിനെ എന്ത് ചെയ്തു? കർത്താവിനെ മറച്ചു വെച്ചിട്ട് അവരെ തന്നെ വെളിപ്പെടുത്തി. परंतु उसने क्या किया? प्रभु को छिपा दिया और वो खुद को प्रकट करके आगे बढ़ा। കർത്താവിനോട് പറ്റിച്ചേരാതെ ലോകപരമായ കാര്യങ്ങളോട് പറ്റിച്ചേർന്നു. मतलब वो प्रभु के साथ लिपटा नहीं रहा और वो दुनिया के साथ लिपटा रहा। കുറെ കാലം കഴിഞ്ഞിട്ട് कुछ समय के बाद അവിടെ 19 വാക്യം, उसका 19 वचन, വളരെ കാലം കഴിഞ്ഞ ശേഷം बहुत दिनों के बाद യജമാനൻ വെളിപ്പെടുകയാണ്. और वो स्वामी हमारे उनके पास प्रकट होता है। നാം എത്രത്തോളം ഈ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരുന്നു എന്നുള്ളതിന്റെ കണക്ക് നോക്കിയാണ്. हम कहाँ तक प्रभु के साथ लिपटा रहा उसका हिसाब प्रभु देखता है। കർത്താവ് ആ മനുഷ്യനെ വിളിക്കുന്നത് എന്താണ്? प्रभु उस व्यक्ति को क्या बुलाया? നീ അവിശ്വസ്തനായതാ, तुम विश्वासघाती है। അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപം വെളിപ്പെടുന്നെങ്കിൽ, ലോകപ്രകാരം നമ്മൾ നടക്കുന്നെങ്കിൽ, ക്രിസ്തു നമ്മളിൽ കാര്യമായിട്ട് ക്രിസ്തുവിനോട് നമ്മൾ പറ്റിയിരിക്കുന്നില്ല, നമ്മൾ വേറെ ആരോടാണ് പറ്റിയിരിക്കുന്നത്, നമ്മൾ മാനസാന്തരപ്പെട്ടിട്ട് കർത്താവിന്റെ അടുക്കലേക്ക് വന്ന് കർത്താവെ അങ്ങനെ പറ്റിപ്പോയി, അങ്ങനെ ചെയ്തത് നിന്നിൽ ഞാൻ ചേർന്നിരിക്കാത്തത് കൊണ്ടാണ്, എന്നെ വസിക്കുമാറാക്കിയ സ്ഥലത്തു നിന്ന് ഞാൻ മാറിപ്പോയി, കർത്താവെ ഞാൻ ഏറ്റുപറയുന്നു, എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിഞ്ഞ് അങ്ങനെ കർത്താവിനോട് പറ്റിച്ചേരുമ്പോൾ നമ്മൾ ആത്മാവിന് ഫലം കായ്ക്കാൻ അവനുള്ള ഏകാത്മാവാകുന്നു. यदि हमारे जीवन में इस प्रकार का कुछ अनुभव है तो हम प्रभु के सामने अपने आप को नम्र और दीन करके प्रभु के साथ लिपटा रहते हुए, प्रभु मेरे से ऐसे गलती हुआ, ये कबूल करके प्रभु का कार्य करने के लिए प्रभु हमारे जीवन से चाहता है। കാരണം നമ്മള് പാപികളായിരുന്നപ്പോൾ നമ്മളെ രക്ഷിക്കേണ്ടതിന് കർത്താവ് അധ്വാനിച്ചത് എന്തിനാണ്? നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കാൻ വേണ്ടിയാണ്. प्रभु ने इतना बड़ा सूली पर श्रापित मृत्यु क्यों सगा? कि हम प्रभु के साथ लिपटा रहने के लिए। കർത്താവ് നമ്മെ രക്ഷിച്ചിട്ട് അവനോട് പറ്റിച്ചേരുമാറാക്കിയിട്ടും നമ്മൾ കർത്താവിനെ വിട്ട് വേറൊരു യജമാനോട് പറ്റിയിരിക്കുന്നെങ്കിൽ അത് കർത്താവ്, അത് നമ്മൾക്ക് യെശയ്യാവിന്റെ പുസ്തകം 63 അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, 63:9 വാക്യം. प्रभु ने हमें हमारा उद्धार करने के बाद में यदि हम प्रभु के साथ लिपटा नहीं रहता है तो हम लोग यशायाह नबी की किताब 63 उसका 63 अध्याय 63 अध्याय അതിന്റെ 9 വാക്യം, उसका 9 वचन, उनके सारे संकट में उसने भी कष्ट उठाया और उसके सम्मुख रहने वाले दूत ने उनका उद्धार किया। प्रेम और कोमलता से उसने आप ही आपको छुड़ाया, उसने उन्हें उठाया और प्राचीन काल से सदा उन्हें लिए फिरा। എന്നാൽ എന്ത് ചെയ്തു? അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. परंतु उन लोगों ने क्या किया? उन लोगों ने बेदवा किया, तो भी उन्होंने बलवा किया और उसके पवित्र आत्मा को खेदित किया। അവരുടെ കഷ്ടങ്ങളിലൊക്കെയും കർത്താവ് കഷ്ടപ്പെടുകയാണ്. मतलब उनके सारे कष्टों में प्रभु ने कष्ट सगा, അവരെ ചുമന്നുകൊണ്ട് നടന്നു. उनको उड़ाकर चला। ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തിനാണ്? ये सब क्यों किया प्रभु ने? അവനെ ദുഃഖിപ്പിക്കാനാണോ? उनको मतलब दुख देने के लिए क्या? അവന് അവിടെ മുകളിൽ അതിന്റെ 8ാം വാക്യത്തിൽ വായിക്കുന്നത്, उसका 8 वचन में पढ़ता है, അവർ എന്റെ ജനം, वे मेरे लोग,
അപ്പോൾ കപടം കാണിക്കാത്ത മക്കൾ वे लोग मतलब किसी प्रकार धोखा न दिखाने वाले लोग എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നുണ്ടോ. वे ऐसा कहते हुए उनका उद्धारकर्ता बन गया. കർത്താവ് പറയുകയാണ്, ഞാൻ ഈ ജനത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്, ഇവരെ കഷ്ടപ്പെടുത്തി എന്റെ കഷ്ടത്തിലൂടെ ഞാൻ അവരെ നേടിയെടുത്ത് എന്നോട് പറ്റിമാറാക്കുമ്പോൾ ഇവരെന്നോട് കപടം കാണിക്കത്തില്ല. मैं उनके लिए इतना कष्ट सह करके तकलीफ सह करके मैं मेरे साथ उनको ले लेगा तो ये लोग मेरे साथ कभी भी धोखा नहीं देगा. അങ്ങനെ പറഞ്ഞാണ് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. ऐसा कह करके प्रभु उनके लिए कष्ट सका. അവരെന്ത് ചെയ്യും? അതിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുകയാണെങ്കിൽ, परंतु वे लोग क्या करता है उसके 7 वचन में हम देखता है, യഹോവ നമുക്ക് നൽകിയതുപോലൊക്കെയും നമ്മുടെ യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവന്റെ കരുണയ്ക്കും മഹാദയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗൃഹത്തിന് കാണിച്ച വലിയ നന്മയെ കീർത്തിക്കും പാടും. मतलब उन लोगों ने मतलब प्रभु ने कितनी हमारे लिए भलाई किया है, मतलब करुणा किया है, मतलब दया किया है, उसके अनुसार वो लोग प्रभु को महिमा देकर के गीत गाएंगे. അതിനാണ് അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. उसके लिए प्रभु ने उनके लिए कष्ट सका. പക്ഷെ അവരെന്ത് ചെയ്തു? परंतु उन्होंने क्या किया? കർത്താവിനോട് പറ്റിയിരിക്കാതെ वे लोग प्रभु के साथ निपटा ना रहते हुए ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. वो दुनिया की ओर चला गया. നമുക്കൊരു വാണിംഗ് ആണ്. ये हमारे लिए एक चेतावनी है. അങ്ങനെ കർത്താവ് നമ്മളെ അന്ധകാരത്തിൽ നമ്മൾ പത്രോസ് ലേഖനത്തിൽ എന്താണ് വായിക്കുന്നത്? 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. अभी हम पहला पत्रोस उसका दूसरे अध्याय का 9 वचन में ആദ്യമാണ് വായിക്കുന്നത്. वहां पर हम पढ़ता है, വിശ്വസിക്കുന്നവർക്ക് യേശു ക്രിസ്തു വിലയേറിയവനാണെന്നാണ്. मतलब जो विश्वास करता है उसके लिए प्रभु मूल्यवान है. അവിടെ നമ്മുടെ മലയാളം ട്രാൻസ്ലേഷനിൽ അത്രത്തോളം അതിന്റെ ഇത് വന്നിട്ടില്ല. मलयालम में इतना गहराई में नहीं आया. ഹിന്ദിയിൽ എങ്ങനെ നോക്കാം? വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തു വിലയേറിയവനാണ്. मतलब जो विश्वास करता है उनके लिए प्रभु मूल्यवान है. अतः तुम्हारे लिए जो विश्वास करते हो वो तो बहुमूल्य है. बस ഓക്കെ. അപ്പം യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവർക്ക് യേശു വിലയില്ലാത്തവനാണ്. अगर जो प्रभु पर विश्वास नहीं करता उसके लिए प्रभु मूल्यवान नहीं. അപ്പൊ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? मतलब विश्वास करना उस कहने का अर्थ क्या है? നമുക്ക് യേശു ദൈവത്തിന്റെ പുത്രനാണ്, അങ്ങനെ ഒരു ചിന്ത വരുന്നതാണോ വിശ്വാസം എന്ന് പറയുന്നത്? यीशु परमेश्वर का पुत्र है, ऐसा एक चिंता आना ये है क्या विश्वास? അത് മഹാത്മാഗാന്ധിക്കും ഉണ്ടായിരുന്നു. ये ऐसा विश्वास महात्मा गांधी में भी था. ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നു. बहुत से लोग इस प्रकार का विश्वास करते हैं. എന്നാൽ परंतु യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു അല്ലാതെ വിലപ്പെട്ട് വേറെ ഒന്നുമില്ല. प्रभु यीशु मसीह पर विश्वास करने का अर्थ मेरे लिए प्रभु से मूल्यवान और कुछ भी नहीं. കാരണം എന്നെ സ്നേഹിച്ച്, क्योंकि मुझको प्यार करके. നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിച്ചാൽ നമ്മൾ നിലത്ത് വീണ് കർത്താവിനെ ആരാധിച്ചു പോകും. जब फिलिपियों का पत्र 2 अध्याय में प्रभु का उस प्यार को अगर हम ध्यान करेगा तो हम नीचे गिर करके हम प्रभु का महिमा करेंगे. അവൻ സ്വർഗത്തിലെ സകല മഹത്വവും വിട്ടിട്ട്, क्योंकि प्रभु ने स्वर्गीय सारा महिमा को त्यजकर, നമുക്ക് 113-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. हम 113 भजन संहिता में ऐसे पढ़ता है, അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 5 से 8 तक वचन. हमारे परमेश्वर यहोवा के तुल्य कौन है? Yes. वह तो ऊंचे पर विराजमान है और आकाश और पृथ्वी पर भी दृष्टि करने के लिए झुकता है. वह कंगालों को मिट्टी पर से और दरिद्रों को घोड़े पर से उठाकर ऊंचा करता है कि उनको प्रधानों के संग अर्थात अपनी प्रजा के प्रधानों के संग बैठाए. അപ്പൊ കർത്താവ് അവിടെ നമ്മുടെ ദൈവമായ കർത്താവിനെ പോലെ ആരുള്ളൂ? अभी यहाँ पर वचन कहता है कि हमारा परमेश्वर यहोवा के समान तुल्य कौन है? എന്നിട്ട് അവൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. और स्वर्ग से नीचे पृथ्वी के ओर देखते हैं. അപ്പോൾ ആ കുനിഞ്ഞു നോക്കുന്നു എന്നുള്ളത് കർത്താവ് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് കുനിഞ്ഞു നോക്കുന്ന അർത്ഥത്തിലല്ല. इसका मतलब वो स्वर्ग से मतलब ऐसा देख रहा है वो अर्थ में नहीं. അവിടെ ഹി ഹംബിൾ ഹിംസെൽഫ്, वो अपने आप को इतना नम्र किया करके लिखा है. അങ്ങനെ ഉണ്ടോ? ऐसा मतलब हिंदी में है क्या? नहीं. ഹി ഹംബിൾ ഹിംസെൽഫ്, मतलब वो अपने आप को इतना नम्र किया. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്. वही बात फिलिपियों का पत्री में हम देखते हैं. തന്നെത്താൻ താഴ്ത്തി, मतलब अपने आप को इतना नम्र किया. മനുഷ്യവേഷത്തിൽ मनुष्य की वेश में ദാസനായി വന്നത്, वो दास का रूप लेकर ഈ പൊടിയിൽ കിടന്ന നമ്മളെ, इस धूली में पड़े हुए ഈ हमको, എളിയവരെ, इस सादा लोगों को, അതിലെ ആ 7-ാം വാക്യം നിവർത്തിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. मतलब इस दरिद्र लोगों को इस धूली पर से या धुरे से हमें उठाकर ऊंचे पर हमें बैठाने के लिए वो ये दुनिया में आया. പ്രൈസ് ദി ലോർഡ്. हालेलुया. അത് ചെറിയ കാര്യമാണോ? ये क्या छोटी बात है?
ഈ കാര്യം ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളം സ്തുതി സ്തോത്രങ്ങൾ കൊണ്ട് നിറയുകയാണ്. ये बात जब हम याद करेगा तो हमारा दिल बहुत प्रभु के साथ का एक बहुत धन्यवादी बनकर के बहुत हमारा ओठों से स्तुति निकलेगा. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അതുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മളെ, അല്ലെങ്കിൽ ആകാശത്തിന്റെ ദൈവക്രോധത്തിന് വിധേയരായിരുന്ന നമ്മളെ കരുണാസമനായ ദൈവമോ തന്റെ മഹാസ്നേഹ നിമിത്തം, നമ്മൾ ഇവിടെ ആ വാക്യം വായിക്കാം. അവിടെ കർത്താവ് താണ് കുനിഞ്ഞ് ഹമ്പിൾ ആയതിന്റെ അനുഗ്രഹമാണ് അവിടെ വായിക്കുന്നത്. यहाँ पर हम अगर एफेसियों का पत्री 2 अध्याय में हम पढ़ता है तो वहां पर प्रभु हमारे लिए कितना नीचे को आया वो बात को हम देखते हैं. എന്തിനാണ്? നമ്മളെ ഉയർത്താൻ വേണ്ടി, वो हमें ऊंचा करने के लिए. നമുക്ക് അതിന്റെ ആ 2-ാം അധ്യായത്തിന്റെ जब एफेसियों का पत्री उसका 2 अध्याय നമ്മുടെ ആദ്യത്തെ 2-4 വാക്യങ്ങൾ നമ്മുടെ പഴയ സ്ഥിതിയെ കുറിച്ച് പറയുകയാണ്. उसमें हम पहले जो भागों में हमारा पुराना अवस्था के बारे में बताता है. എന്നാൽ കരുണാസമനായ ദൈവമോ, परंतु जब हम देखते हैं कि दया का जो धनी परमेश्वर, परंतु परमेश्वर ने जो दया का धनी है अपने उस बड़े प्रेम के कारण जिससे उसने हमसे प्रेम किया, जब हम अपराधों के कारण मरे हुए थे तो हमें मसीह के साथ जिलाया. अनुग्रह से तुम्हारा उद्धार हुआ है और मसीह यीशु में उसके साथ बैठाया और उठाया और स्वर्गीय स्थानों में उसके साथ बैठाया. അതാണ് നമ്മൾ 113-ാം സംഘത്തിൽ വായിച്ചത്. अभी यही बात को हमने 113 वचन संहिता में पढ़ा. അവനെ തന്നെ താഴ്ത്തി, प्रभु ने अपने आप को नम्र किया. എന്തിനാണ്? നമ്മളെ ഉയർത്താൻ. किस लिए? हमें ऊंचा करने के लिए. ദാവീദ് എന്ന് മനസ്സിലാക്കിയപ്പോൾ കർത്താവേ, നീ നിന്നെ തന്നെ താഴ്ത്തത് എനിക്ക് ഭയങ്കര നന്മയായി, എന്നെ വലിയവനാക്കാനാണ് നീ അങ്ങനെ ആയിത്തീർന്നത്. दावीद ने इन बातों को जब स्मरण किया तो वो प्रभु के साथ आभारी होकर के वो कहता है, वो प्रभु मुझको ऊंचा करने के लिए आप मेरे लिए दरिद्र बना. അപ്പൊ ഒരു വിലയുമില്ലാതെ നമ്മളെ ദൈവത്തിന്റെ, അല്ലെങ്കിൽ നമ്മളെ 1 പത്രോസ് 2-ന്റെ 9-ാം വാക്യം കൂടെ വായിക്കാം. जब हम लोग हम कोई मूल्य का नहीं था तो भी हम पहला पत्रोस उसका 2 अध्याय का 9 वचन भी हम पढ़ेंगे. पर तुम एक चुना हुआ वंश और राजपदधारी और याजकों का समाज और पवित्र लोग और परमेश्वर की नीच प्रजा हो, इसलिए कि जिसने तुम्हें अंधकार में से अपनी अद्भुत ज्योति में बुलाया है उसके गुण प्रकट करो. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്, ദൈവം എങ്ങനെയുള്ളവനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്, ദൈവം സ്നേഹവാനും കരുണയും കൃപയും ഉള്ളവനാണെന്ന് നമ്മൾ ഇതൊക്കെയും പറ്റിച്ചേർന്നിരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അനുഭവമാകത്തുള്ളൂ. प्रभु कितना महान है, प्रभु कितना श्रेष्ठ है, ये सब हमें समझाने के लिए प्रभु ने ये सब काम करता है. जो प्रभु के साथ लिपटा रहता है उनके लिए. അപ്പോൾ കർത്താവിനോട് പറ്റിച്ചേരാതിരിക്കുന്നതിനെ കുറിച്ച്, അവർക്കുണ്ടാകുന്ന തിക്ത അനുഭവങ്ങളെ കുറിച്ച് അനേക വാണിംഗ് നമുക്ക് തിരുവനന്തപുരത്തിൽ കാണുന്നുണ്ട്. हम लोग प्रभु का वचन में जो प्रभु के साथ लिपटे नहीं रहता उनके लिए बहुत सख्त चेतावनी भी हम बाइबल में बहुत देखते हैं. കർത്താവിനോട് പറ്റിയിരുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് ക്രിസ്തുവിന്റെ മഹത്വം നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. मगर हम प्रभु के साथ लिपटा नहीं रहेगा तो प्रभु की आत्मा, प्रभु की महिमा हमको नहीं दिखा सकेगा. ഈ ലോകത്തിൽ 2 തരത്തിലുള്ള ആത്മാക്കളുണ്ട്. ये दुनिया में 2 प्रकार का ऐसे आत्मा है. എന്ന് പറഞ്ഞാൽ നമ്മളേതായിരിക്കുന്ന ലോകത്തിന്റെ മഹത്വം കാണിക്കുന്ന ദുർശക്തികളുണ്ട്. हमें ये दुनिया की मोहों में फंसाने वाला बुरी आत्मा, दुष्ट आत्माएं हैं. അവിടെ നമുക്ക് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, जब पहला कोरिन्थी उसका 2 अध्याय का 12 वचन അവിടെ നമ്മൾ വായിക്കുകയാണ്. वहां हम पढ़ता है, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല. हमने संसार की आत्मा को नहीं. കാരണം നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചു, പണ്ട് ലോകത്തിന്റെ ആത്മാവിന് കീഴിലായിരുന്നു. हम लोग एफेसियों का पत्री 2 अध्याय में हम पढ़ा 2 वाक्य में कि हम पहले इस संसार की आत्मा के अधीन थे. അവിടെ നമ്മളെ വിടുവിച്ച് और उससे हमें छुड़ाकर ക്രിസ്തുവിനോട് പറ്റിച്ചേരുമാറാക്കി. प्रभु के साथ लिपटा रहने वाला बनाया. ക്രിസ്തുവിനോട് പറ്റിയിരിക്കുന്നവൻ ദൈവാത്മാവിന്റെ കീഴെയാണ്. और जो प्रभु के साथ लिपटा रहता है वो प्रभु के आत्मा का अधीन है. ഈ ആത്മാവ് നമ്മളെ എന്ത് ചെയ്യുന്നു? ये आत्मा हमको क्या करता है? ക്രിസ്തുവിന്റെ മഹത്വം എടുത്ത് കാണിച്ചു തരുന്നു. वो आत्मा प्रभु की महिमा हमको दिखाता है. അപ്പോൾ ലോകത്തിന്റെ ആത്മാവ് ലോകത്തിന്റെ മഹത്വം കാണിച്ചു തരുന്നു. दुनिया की आत्मा दुनिया की महिमा दिखाता है. അപ്പൊ അവിടെ നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല. वहां पर हम देखते हैं कि हम संसार की आत्मा को नहीं, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി. അവിടെ ആ ഹിന്ദിയിൽ പെടും. परंतु हमने संसार की आत्मा नहीं, परंतु वह आत्मा पाया है जो परमेश्वर की ओर से है, कि हम उन बातों को जाने जो परमेश्वर ने हमें दी है. അവിടെ ഇങ്ങനെയാണ്,
ദൈവം നമുക്ക് സൗജന്യമായി തന്നത് അറിവാനായിട്ട് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ദൈവം തന്ന കാര്യം അറിയാനായിട്ട് ആത്മാവിനെ തന്നു എന്നാണ്. वहां पर एक मुफ्त में दिया वो शब्द नहीं आया, लेकिन वहां पर हमें प्रभु ने बहुत मुफ्त में बहुत बात दिया है. वो बातों को जानने के लिए प्रभु ने हमें आत्मा के द्वारा सहायता करता है. അപ്പോൾ ക്രിസ്തുവിനെ ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് കാരണം നമ്മൾ അധ്വാനിച്ചിട്ട് തന്നതല്ല. इसका मतलब क्या है कि मसीह को हमने मेहनत किया इसलिए हमको प्रभु ने नहीं दिया. അപ്പൊ ക്രിസ്തുവിനോട് നമ്മൾ ചേർന്നിരിക്കണം. നമുക്ക് ദൈവം തന്ന ആ അനുഗ്രഹത്തോടെ ആ ക്രിസ്തുവിനോട് നമ്മുടെ ഹൃദയം പറ്റിയിരിക്കണം. जब प्रभु ने हमें जो दिया वो आशीष जो प्रभु यीशु मसीह है उस यीशु मसीह से हमें लिपटा रहना चाहिए. അപ്പോൾ ഈ ക്രിസ്തുവിനോട് പറ്റിയിരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവ് അവനോട് പറ്റിച്ചേർന്നെങ്കിലേ ആത്മാവ് വെളിപ്പെടുകയുള്ളൂ. मतलब जो प्रभु के साथ लिपटा रहेगा उनके लिए आत्मा है और आत्मा में चलेगा तभी उनको ये प्रकाशन मिलेगा. അത് പൗലോസ് തികഞ്ഞവരുടെ ഇടയിൽ ഈ കാര്യം പറയുമായിരുന്നു. और प्रेषित पौलुस जो लोग परिपूर्ण थे उनको प्रभु के दास ये बात बताते थे. അതിന് 2:6 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ उस दूसरा अध्याय का 6 वचन से जब हम पढ़ता है, फिर भी सिद्ध लोग में हम ज्ञान सुनते हैं, परंतु इस संसार का और इस संसार के नाश होने वाले हकीमों का ज्ञान नहीं, परंतु हम परमेश्वर का वह गुप्त ज्ञान भेद की रीति पर बताते हैं, जिसे परमेश्वर ने सनातन से हमारी महिमा के लिए ठहराया, जिसे इस संसार के हकीमों में से किसी ने नहीं जाना, क्योंकि यदि वे जानते तो तेजो में प्रभु को क्रूस पर न चढ़ाते. എന്തുകൊണ്ടാണ് ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ? കാരണം നമ്മുടേതായി നമുക്ക് അതിന്റെ 7-ാം വാക്യത്തിൽ ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി അല്ലെങ്കിൽ നമ്മുടെ മഹത്വത്തിനു വേണ്ടി മുന്നൊരുക്കിയ കാര്യമാണ് മർമ്മമായി ഇപ്പോൾ പറയുന്നത്. मतलब यहाँ पर हम देखते हैं कि जो दुनिया की सृष्टि से पहले परमेश्वर ने भेद के रूप में तैयार किया वो बातों को प्रभु यहाँ पर बताते हैं. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അതാണ് ഈ ലോകത്തിന്റെ ദൈവം അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ആത്മാവ് ഈ പ്രഭുക്കന്മാർക്ക് വെളുക്കുന്ന ലോകത്തിൽ എന്ത് മഹത്വമുണ്ടെന്നാണ്. मतलब इस दुनिया की इस हकीमों को इस दुनिया की आत्मा दुनिया की महिमा प्रकट करता है. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പറ്റിയിരിക്കുന്നവർക്ക് परंतु जो प्रभु से प्रेम करता है इसका मतलब प्रभु से जो लिपटा रहता है എന്ത് ചെയ്യുന്നു? वो क्या करता है? അവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് ഈ ക്രിസ്തുവിൽ ഒരുക്കിയിരിക്കുന്നത് उनके लिए जो प्रभु ने जो तैयार किया ഒരു കണ്ണ് കണ്ടിട്ടില്ല, कोई आगे नहीं देखा, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല, किसी का मनुष्य की चित्त में नहीं चढ़ा എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ किसी के कान में नहीं भी सुना, इसी प्रकार जो लिखा है वैसा ही. അപ്പോൾ നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് ലോകത്തിന് കാണാൻ പറ്റില്ല. हमारे लिए जो प्रभु ने तैयार किया ये दुनिया नहीं देख सकता. എന്നാൽ അതിന്റെ 10-ാം വാക്യം परंतु उसका 10 वचन നമുക്കോ പഠോ परंतु परमेश्वर ने उनको अपने आत्मा के द्वारा हम पर प्रकट किया. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ക്രിസ്തുവിനോട് പറ്റിയിരിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്തെല്ലാം കാര്യമാണ് നമുക്ക് സ്വർഗത്തിൽ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രകാശം ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. परंतु जो प्रभु के लोग हैं उनके लिए जो प्रभु को प्रेम करता है उनके लिए क्या क्या प्रभु ने तैयार किया वो आत्मा के द्वारा हमें प्रकट होते जाता है. അപ്പോൾ സാത്താൻ എന്ത് ചെയ്യുന്നു? उस समय में सातान क्या करता है? നമ്മുടെ മനസ്സ് ലോകത്തിൽ വെച്ചാൽ हमारा मन अगर दुनिया की ओर लगाए, സാത്താന്റെ വസ്തുവിൽ മനസ്സ് വെക്കുമ്പോൾ शैतानी की बातों पर अगर हमारा मन लगाए, നമ്മുടെ മനസ്സ് സ്വർഗീയമായ കാര്യങ്ങൾ പ്രകാശിക്കാതിരിക്കാൻ ബ്ലൈൻഡ് ചെയ്യും. हमारा मतलब स्वर्गीय बातों पर मन ना लगाने के लिए वो क्या करता है? अंधा करता है. നമ്മൾ വായിക്കുന്നുണ്ട് 2 കൊരിന്ത്യർ 4-ാം അധ്യായം വായിക്കുന്നുണ്ട്. കാരണം തേജസ്സുള്ള കർത്താവിന് സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. हम 2 कोरिन्थी 4 अध्याय का 4 वचन में पढ़ता है कि जो प्रभु यीशु मसीह के सुसमाचार उसका प्रकाश लोगों पर ना चमकने के लिए शैतान ने, इस संसार का ईश्वर शैतान ने क्या किया? उन अविश्वासियों का मन को अंदर कर दिया. നമ്മൾ അവിശ്വാസി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും സ്നാനപ്പെട്ട് വരാത്ത വ്യക്തിയാണ്. അല്ല, കർത്താവിനെ പ്രഷ്യസായി കാണാത്ത അവസ്ഥയിൽ നമ്മൾ അവിശ്വാസിയാണ്. मतलब अविश्वासी बोलने का अर्थ हम सोचेगा जो अभी तक प्रभु में नहीं आया उनका बारे में है, ऐसा नहीं. जो प्रभु का महिमा को नहीं देखा और उस महिमा देख करके जीवन नहीं बिताता उनके बारे में. അനന്യാസും സഫീറും ദൈവമക്കളല്ലേ? आपको मालूम है अनन्या और सफीरा वो लोग क्या प्रभु का जन नहीं थे? പക്ഷെ അവരുടെ മനസ്സ് ലോകത്തിലേക്ക് പോയി. परंतु उनका मन दुनिया की ओर बढ़ गया. അവനോട് പത്രോസ് ചോദിക്കുകയാണ്, സാത്താനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കൊടിയിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ ചെയ്തത് എന്ത്? प्रभु अनन्यास को पूछता है कि शैतान तुम्हारे हृदय को बस में क्यों लाया? पढ़ो उसका 3. परंतु पतरस ने कहा, हे हनन्या, शैतान ने तेरे मन में ये बात क्यों डाली कि तू पवित्र आत्मा से झूठ बोले? ആത്മാ നമ്മൾ കർത്താവിനോട് പറ്റിയിരിക്കേണ്ടവരാണ്. हम लोग प्रभु से लिपटा रहना चाहिए. അപ്പൊ നമ്മുടെ ദൃഷ്ടിയെ മങ്ങീഭവിപ്പിച്ചിട്ട് ലോകത്തിന്റെ കാര്യങ്ങൾ വലുതാണെന്ന് പറഞ്ഞ്
ദൈവത്തിന്റെ കാര്യങ്ങൾ ചെറുതാണെന്ന് കാണിക്കുന്ന ഒരു ദുഷ്ടശക്തി നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നിരന്തരം ക്രിസ്തുവിനോട് ചേർന്ന്, കാരണം ക്രിസ്തുവിന്മേൽ ഈ അന്ധകാര ശക്തിക്ക് പ്രകാശിക്കാൻ കഴിയില്ല. വെളിച്ചം ഉള്ളിടത്ത് ഇരുളില്ല. प्रियो, हमें ये बात को जानना है, यदि हमें अनंत काल की बातों की प्रकाश में चलना है तो ये दुनिया की बातों का प्रकाश दे करके हमें अंधा बनाने वाला शैतान की बातों से हमें दूर रहना चाहिए. इससे बढ़कर हम प्रभु के साथ लिपटा रहना चाहिए. जब हम प्रभु के साथ बना रहेगा तो जहाँ पर ज्योति है वहां पर अंधेरा नहीं. നമ്മുടെ ഹൃദയത്തിൽ എന്ത് മോഹം ഉണ്ടായാലും हमारा हृदय में आने वाला हर एक प्रकार का मोह നമ്മൾ ഉടനെ കർത്താവിനോട് പറയാം. हमें तुरंत प्रभु को कहना है. കർത്താവ്, കാരണം അന്ധകാരം വരുമ്പോൾ വെളിച്ചം വന്നാൽ അന്ധകാരം നീങ്ങിപ്പോകും. आपको मालूम है, जब ऐसा कुछ बुरी बात या अंधकार आता है तो उस समय में अगर ज्योति आएगा तो अंधकार दूर जाएगा. കാരണം നമ്മുടെ ഹൃദയം കർത്താവിനോട് പറ്റിയിരിക്കണം. हमारा हृदय प्रभु के साथ लिपटा रहेगा. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ क्योंकि हम पढ़ता है, जो प्रभु यीशु मसीह को प्रेम नहीं करता वो श्रापित है. എന്ന് പറഞ്ഞാൽ അവനോട് പറ്റിയിരിക്കാത്തവൻ. हाँ, इसका मतलब क्या है कि जो प्रभु के साथ लिपटा नहीं रहता. വേറെ ആരോടോ പറ്റിയിരിക്കണം. കാരണം നമ്മുടെ ഹൃദയത്തിന് എങ്ങനെ വെറുതെ നിൽക്കാൻ പറ്റില്ല. ഏതിനും സ്നേഹിക്കും. हम लोग मानो किसी ने और किसी के साथ प्रेम करता है, वो प्रेम करते हुए नहीं रह सकता. അതുകൊണ്ട് किसी को प्रेम करता ही. ദൈവം തന്നിരിക്കുന്ന സഭാജീവിതം സകല വിശുദ്ധന്മാരോടും കൂടെ ചേർന്ന് ദൈവം നമുക്ക് നൽകിയ, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിന്റെ ഉയരം, നീളം, ആഴം, വീതി എന്തെന്ന് പിന്നെയും പിന്നെയും ഗ്രഹിച്ചറിഞ്ഞ് നമുക്ക് അവരോട് പറ്റിയിരിക്കാം. നമ്മുടെ കർത്താവ് വരുന്നു. इसका मतलब क्या है कि हमारे जीवन में हम उस प्रभु के साथ लिपटा रहे. उस प्रेम का लंबाई, चौड़ाई, ऊंचाई, गहराई हम नहीं जानता, लेकिन उसको जानने के लिए उसके साथ लिपटा रहते हुए हम उनके संग रहे, क्योंकि हमारा प्रभु जल्दी आ रहा है. നമുക്ക് അടുത്ത കർത്താവ് വന്നു കഴിഞ്ഞാൽ ദൈവത്തോട് ചേർന്നിരുന്നവരുടെ महत्व എന്താണ് നമ്മൾ കാണാൻ പോവുകയാണ്. जब हमारा प्रभु आएगा उस समय में जो प्रभु के साथ लिपटा रहा उनका महिमा क्या है करके हम देखने जा रहे हैं. പ്രൈസ് ദി ലോർഡ്. हालेलुया. ആ നല്ല ദിവസം വരട്ടെ. और वो अच्छा दिन हमारे जीवन में आए. അന്ന് നമ്മൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് उस समय में हम लज्जित न होने के लिए അവനോട് പറ്റിയിരിക്കും. हम प्रभु में बना रहे. ആമേൻ. प्रभु को धन्यवाद. आमीन. हालेलुया. प्रभु का अनुग्रह आप सबके साथ. आमीन. प्रेज द लॉर्ड.